അപ്പോൾ നമ്മൾ ഇതിന്റെ പ്രാക്ടിക്കൽ ഇതിലേക്ക് തന്നെ പോവുകയാണ്. നമ്മുടെ ശരീരത്തെ മനസ്സിനെ നിരീക്ഷിക്കാനുള്ള നമ്മളുടെ ആ ഒരു പദ്ധതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഞാൻ നേരത്തെ എപ്പോഴും ചെയ്യുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരാം. ആദ്യം അതിന്റെ ഒരു ബെല്ല് പോലെ ഗോങ് അടിച്ചതിന് ശേഷം ഞാൻ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് തരാം. എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 35-40 മിനിറ്റ് മാക്സിമം നമ്മൾ ഉണ്ടാവുള്ളൂ. അത് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോവാം. അപ്പൊ എല്ലാവരും ബോഡി മാക്സിമം റിലാക്സ്ഡ് ആക്കി, പ്രത്യേകിച്ച് ഷോൾഡറുകൾ, നമ്മുടെ തോള് റിലാക്സ്ഡ് ആക്കി, തല, ശരീരം പറ്റുന്നവരൊക്കെ നേരെ ഇരിക്കുന്നവരാണെങ്കിൽ സ്ട്രെയിറ്റ് ആക്കുക. ഇനി അതല്ലാതെ ആൾക്കാർക്ക് എന്തെങ്കിലും അസ്വസ്ഥതയോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറക്കം വരാത്ത രീതിയിൽ ഒന്ന് സ്വസ്ഥമായിട്ട് ഒരു നല്ലൊരു പോസ്ചറിൽ ഇരിക്കുക. ശരീരത്തെ മൊത്തത്തിൽ ഒന്ന് ഒബ്സർവ് ചെയ്യുക. എവിടെയെങ്കിലും ശരീരത്തിൽ ഞാനൊരു ബലം പിടുത്തം നിർത്തിയിട്ടുണ്ടോ, ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടോ എന്ന് നോക്കുക. പ്രത്യേകിച്ച് ശരീരത്തിനെ മൊത്തം ഒന്ന് റിലാക്സ്ഡ് ആക്കുക. അതിനുശേഷം ഒരു 3 തവണ ഒന്ന് ദീർഘമായി ശ്വസിക്കുക. അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, അല്പനേരം ഉള്ളിൽ പിടിക്കുക, അതിനുശേഷം പതുക്കെ ശ്വാസം പൂർണ്ണമായിട്ട് വിടുക. സാവധാനം ചെയ്യുക, ഒരു 3 തവണ. ഓർക്കുക, ഇതൊരു ബ്രീത്തിങ് എക്സർസൈസ് അല്ല. നമ്മളിപ്പോൾ ചെയ്തത് നമ്മുടെ മനസ്സിനകത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അതിനുശേഷം സാവധാനം നമ്മുടെ കണ്ണ്, ബലം ഒന്നും കൊടുക്കണ്ട, പതുക്കെ ഒന്ന് കണ്ണ് അടയ്ക്കുക. ഇനി കണ്ണിന്റെ താഴെ എങ്ങാനും അല്പമെങ്കിലും ഗ്യാപ്പ് അവിടെ കിടപ്പുണ്ടെങ്കിൽ അത് കിടന്നോട്ടെ. നമ്മൾ സാധാരണ ഇതിലങ്ങ് അടയ്ക്കുക. അടയുന്നെങ്കിൽ അടഞ്ഞു പോട്ടെ. ഓരോരുത്തരുടെയും കണ്ണ് അടയുന്നതിന് വ്യത്യസ്തതയുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ ഗോങ് 3 തവണ അടിക്കും. അതിനുശേഷം നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് തുടങ്ങും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ശ്വാസം എന്ന് പറയുന്ന പ്രക്രിയയെ ആദ്യം നമ്മൾ ആശ്രയിക്കുകയാണ്. നമ്മുടെ മനസ്സിന്റെ ഒത്തിരി അനാവശ്യ ചിന്തകളെയും ചാട്ടങ്ങളെയും ഒക്കെ ഒന്ന് ഒതുക്കി നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്വാസത്തെ നമ്മൾ നിരീക്ഷിക്കാൻ പോവുകയാണ്. ശ്വാസത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. കാര്യം മനസ്സെപ്പോഴും ചാടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെവിടെയെങ്കിലും നമുക്കൊന്ന് പിടിക്കാൻ ഒരു പിടിവള്ളി വേണം, കെട്ടാൻ ഒരു കുറ്റി വേണം. അപ്പൊ നമ്മൾ അതുകൊണ്ട് നമ്മുടെ ശ്വാസം എന്ന് പറയുന്ന ശരീരത്തിൽ തന്നെയുള്ള ഒരു പ്രക്രിയയെ നമ്മൾ ആശ്രയിക്കുകയാണ്. തന്നെയല്ല, നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ശരീരത്തെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ശ്രദ്ധ പുറത്തേതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ നമ്മൾ പതിപ്പിച്ചാൽ അറ്റൻഷൻ നമ്മുടെ ബോഡിയിലേക്ക് വരത്തില്ല. നമ്മുടെ ബോഡിയിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്വാസത്തെ നമ്മളൊന്ന് നിരീക്ഷിക്കാൻ പറയുന്നത്. അപ്പം ശ്വാസം അല്ലെങ്കിൽ തന്നെ 4 ശ്രദ്ധാസ്ഥാനങ്ങളിൽ ഒന്നാണ് താൻ.
ഇപ്പൊ ശ്വാസത്തിലേക്ക് നമ്മുടെ മൂക്കിന്റെ അഗ്രഭാഗത്തേക്ക് കൊണ്ടുവരിക നമ്മുടെ ശ്രദ്ധ. എന്നിട്ട് ആ ശ്വാസത്തിന്റെ പ്രക്രിയയെ പൂർണ്ണമായിട്ട് നമ്മൾ നിരീക്ഷിക്കുക. ശ്വാസത്തിന്റെ അകത്തേക്കും പുറത്തേക്കുമുള്ള അതിൻ്റെ ശ്വാസ ഉച്ഛ്വാസങ്ങൾ. ആ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ മൂക്കിന്റെ അകത്തൂടെ ആ ശ്വാസം തട്ടി ഉള്ളിലേക്ക് പോകുന്നത്, അതിന്റെ സ്പർശനം, ഉള്ളിലേക്ക് എത്തുന്ന ശ്വാസം അവിടെ നിന്ന് ഒരു പോസ് കഴിഞ്ഞിട്ട് ഉച്ഛ്വാസത്തിലേക്ക് പോകുന്നു. അതിന്റെ ആ ക്രമം, അതിന്റെ സ്പീഡ്, അതുപോലെ അതിന്റെ ചെറിയൊരു ശബ്ദം, അതുപോലെ ഉള്ളിലേക്ക് പോകുന്ന ശ്വാസത്തിന്റെ ചെറിയ നേരിയ തണുപ്പ്, പുറത്തേക്ക് വരുന്ന ശ്വാസത്തിന്റെ നേരിയ ചൂട് തുടങ്ങിയ ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട അതുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചിന്ത കാട്ടുകുതിരയാണെന്ന് ഞാൻ പറഞ്ഞു. അത് പല വഴിക്കൂടെ ചാടിക്കൊണ്ടിരിക്കും. നമ്മൾ പതുക്കെ പതുക്കെ അതിനെ തിരിച്ചവിടെ കൊണ്ടുവിടുക. മനസ്സൊന്ന് ശാന്തമായി തുടങ്ങിയാൽ, അസ്വസ്ഥമായ മനസ്സ് ശാന്തമായി തുടങ്ങിയാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തുള്ള സെൻസേഷൻസ് നമുക്ക് കൂടുതലായി തെളിഞ്ഞ് കിട്ടി വരും. അത് തനിയെ വന്നോളും. മനസ്സ് കൂടുതൽ നേരം അതിൻ്റെ ബോധപ്രവർത്തനങ്ങൾ, കോൺഷ്യസ് പ്രവർത്തനങ്ങളിൽ കൂടുതൽ നേരം നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് സാധാരണ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന സെൻസേഷൻസ് അറിയാൻ പറ്റാത്തത്. നമ്മൾ അതൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ സംവേദനകളുടെ ലോകത്തേക്ക് നമുക്ക് പതുക്കെ ഇറങ്ങിച്ചെല്ലാനാവും. അപ്പം നമ്മുടെ മനസ്സിനെ ഒന്ന് ഒതുക്കുക, ശ്വാസത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുക. ശ്വാസത്തിനെ മാറ്റാനോ അതിൻ്റെ സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ള തുടങ്ങിയ ബോധപൂർവമായ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യരുത്. നമ്മുടെ ബോധപൂർവമായ പ്രവൃത്തികളെ നമ്മൾ കുറച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ശ്വാസം എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ പോയിക്കോട്ടെ, എങ്ങനെയാണോ കയറുന്നത് അങ്ങനെ കയറിക്കോട്ടെ. ഒരു മൂക്കിലൂടെ മാത്രമേ കയറുന്നുള്ളൂ, സാരമില്ല. എങ്ങനെയാണോ നടക്കുന്നത് ജസ്റ്റ് അതിലെ നിരീക്ഷിക്കുക മാത്രമാണ് നമ്മുടെ ജോലി. ഒരു ഘട്ടം എത്തുമ്പോൾ നമ്മുടെ പുറത്തേക്ക് വിടുന്ന ശ്വാസം നമ്മുടെ മേൽചുണ്ടിൽ തട്ടുന്നത് പോലും നമുക്ക് ക്ലിയർ ആയിട്ട് വരും. അതൊക്കെ നമ്മുടെ ശ്രദ്ധ, നമ്മുടെ കോൺസെൻട്രേഷൻ കൂടിക്കൂടി വരുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അതായത് നമ്മൾ പുറത്തേക്ക് വിടുന്ന ശ്വാസം നമ്മുടെ മേൽചുണ്ടിന്റെ മുകളിൽ, മൂക്കിന് താഴെയുള്ള ആ ഭാഗത്ത് തട്ടുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഉള്ളിലേക്ക് പോകുന്ന ശ്വാസത്തിന്റെ ചൂട് ശ്രദ്ധിക്കുക, അല്ല തണുപ്പ് ശ്രദ്ധിക്കുക, പുറത്തേക്ക് വരുന്നതിന്റെ ചൂട് ശ്രദ്ധിക്കുക. ഉള്ളിലേക്ക് പോകുന്ന ശ്വാസത്തിന്റെ സ്പീഡ് ശ്രദ്ധിക്കുക, പുറത്തേക്ക് വരുന്നതിന്റെ സ്പീഡ് ശ്രദ്ധിക്കുക. ഉള്ളിലേക്ക് പോകുന്ന ശ്വാസം, പുറത്തേക്ക് വരുന്ന ശ്വാസം നമ്മുടെ മൂക്കിന്റെ അകത്തുള്ള
അതിൻ്റെ വശങ്ങളിൽ, അതിൻ്റെ അഗ്രങ്ങളിൽ സ്പർശിക്കുന്നത് ശ്രദ്ധിക്കുക. ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും ഉണ്ടാകുന്ന ശബ്ദത്തെ ശ്രദ്ധിക്കുക. നമ്മുടെ ചിന്തകൾ പലതും പല വഴിക്കൂടെ പോകുന്നുണ്ടാവും. അതിനെപ്പറ്റി ബോധവാനായി കഴിഞ്ഞാൽ തിരിച്ചു മനസ്സിനെ കൊണ്ടുവരിക, ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. നമുക്ക് ഉറക്കം തോന്നുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ പ്രക്രിയയ്ക്ക് ഒരു തടസ്സം ആയിട്ട് വരുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഉറക്കം അല്ലെങ്കിൽ മയക്കം. അതിൽ നിന്നും തിരിച്ച് മനസ്സിനെ ശ്വാസത്തിലേക്ക് തന്നെ കൊണ്ടുവരിക. നാളത്തേക്ക് ചെയ്യാനോ ഇന്നലെ ചെയ്തതോ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മനസ്സിൽ കൂടെ വന്നു പോകുമായിരിക്കും. അതൊക്കെ ചിന്തകൾ മാത്രമാണ്. ശ്വാസത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരിക. നമ്മുടെ തോളിൽ എങ്ങാനും അല്പമെങ്കിലും ബലം ഉണ്ടോ, കൊടുത്തിട്ടുണ്ടോ, ഇപ്പോഴും ഒരു ബലം പിടുത്തം ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ റിലാക്സ് ചെയ്യുക. ശരീരത്തിന്റെ എവിടെയും ഒരിടത്തും ഒരു ബലം പിടുത്തം ഉണ്ടാകാൻ പാടില്ല.
ശ്വാസത്തിൽ തന്നെ നിങ്ങളുടെ ശ്രദ്ധ തുടരുക. ശരീരത്തോടെ ഒരിടത്തും ഒരു ബലം പിടുത്തം ഉണ്ടാവാൻ പാടില്ല. എവിടെയെങ്കിലും ശരീരത്ത് ബലം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ റിലാക്സ് ചെയ്യുക. വീണ്ടും ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ശ്വാസത്തിന്റെ ചൂട്, തണുപ്പ് ശ്രദ്ധിക്കുക. രണ്ട് ഉള്ളം കൈകൾ ഒന്ന് ശ്രദ്ധിക്കുക. ഉള്ളം കൈകളിലേക്ക് നമ്മുടെ അറ്റൻഷൻ, രണ്ട് കൈകളിലേക്കും ഒരേ സമയം നമ്മുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുവരിക. നമുക്ക് നമ്മുടെ ശരീരത്തെ സംവേദനകൾ ആദ്യം കിട്ടിത്തുടങ്ങുന്നത് നമ്മുടെ കൈവെള്ളകളിലും കാൽവെള്ളകളിലുമാണ്. കൈവെള്ളകളിലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുവരിക. അവിടെ എന്തെങ്കിലും തരിപ്പോ വൈബ്രേഷനോ ചൂടോ തണുപ്പോ വേർക്കലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അതിനുശേഷം കാൽവെള്ളകളിലേക്കും കൂടെ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവുക. കാൽവെള്ളകളിൽ എന്തെങ്കിലും തണുപ്പോ തരിപ്പോ മരവിപ്പോ ചൂടോ വേർക്കലോ എന്തെങ്കിലും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. വേദനകളോ ഇപ്പൊ നമ്മൾ ശ്വാസത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ തലയ്ക്കകത്തൂടെ പോകുന്ന ചിന്തകൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പോ നമ്മുടെ കാൽവെള്ളകളിലും കൈവെള്ളകളിലും എന്തെങ്കിലും സംവേദനകളുണ്ടോ എന്നും കൂടെ നമ്മൾ കാണാൻ ശ്രമിക്കുകയാണ്. കൈവെള്ളകളും കാൽവെള്ളകളും ഒരുമിച്ച് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. നാലും ഒരുമിച്ച് ശ്രദ്ധിക്കുക. എന്തെങ്കിലും രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ, തരിക്കുന്നുണ്ടോ, ചൂടോ തണുപ്പോ മരവിപ്പോ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കുക. ഇനി കൈവെള്ളകളുടെയും കാൽവെള്ളകളുടെയും കൂടെ രണ്ട് കൈയുടെയും മുട്ട് വരെയുള്ള കൈമുട്ടുകൾ വരെയുള്ള സ്ഥലവും രണ്ട് കാലിൻ്റെയും കാൽമുട്ട് വരെയുള്ള പാദം തൊട്ട് കാൽമുട്ട് വരെയുള്ള കൈകള് പത്തി തൊട്ട് മുട്ടുകൾ വരെയുള്ള ആ രണ്ട് പോർഷൻസ്, 4 പോർഷൻസ് ശ്രദ്ധിക്കുക. രണ്ട് കൈയുടെയും രണ്ട് കാലിൻ്റെയും പോർഷൻസ് ശ്രദ്ധിക്കുക. അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞതിനെ പറ്റി വ്യാകുലപ്പെടണ്ട. അപ്പോൾ അത് ബോധപൂർവം മനസ്സിന്റെ പ്രവൃത്തിയിലേക്ക് പോകും.
കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കിട്ടട്ടെ, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശ്വാസത്തിലുള്ള ശ്രദ്ധയെ കൂടുതലായി കൂടുതലായി കൊണ്ടുപോവുക. മനസ്സ് സൂക്ഷ്മമാകുമ്പോൾ ഇതൊക്കെ തനിയെ കിട്ടിക്കോളും. മനസ്സിനെ സൂക്ഷ്മമാക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ശരീരത്തെ സംവേദനകൾ നമുക്ക് തെളിഞ്ഞ് തെളിഞ്ഞ് വന്നോളും. ഇനി മുഖത്ത്, നമ്മുടെ മുഖം ഒന്ന് ശ്രദ്ധിക്കുക. മുഖം മൊത്തമായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ തരിപ്പോ ചൊറിച്ചിലോ വൈബ്രേഷനോ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി നമ്മൾ ഇരിക്കുന്ന ഭാഗം, നമ്മുടെ ചെയറിലോ കട്ടിലിലോ എവിടെയാണോ കൊള്ളുന്ന ആ ഭാഗം, തുടയും നമ്മുടെ ഇരിക്കുന്ന ഭാഗവും അവിടെ എന്തൊക്കെ സംവേദനകളുണ്ടെന്ന് നോക്കുക. ചിലപ്പോൾ തരിപ്പുണ്ടാവാം, വേദന ഉണ്ടാവാം, മരവിപ്പുണ്ടാവാം, ചൂടുണ്ടാവാം. എന്തായാലും ഇങ്ങനെ ഇതുവരെ നോക്കിയ കാര്യങ്ങളെല്ലാം, അതായത് മുഖം, രണ്ട് കാലുകളുടെയും പാദം തൊട്ട് മുട്ട് വരെയുള്ള ഭാഗം, കൈകളുടെ പത്തി തൊട്ട് മുട്ട് വരെയുള്ള ഭാഗം, ഇരിക്കുന്ന ഭാഗം, ഈ ഇത്രയും സ്ഥലങ്ങൾ ആകെ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വൈബ്രേഷൻസോ എന്തെങ്കിലും തരിപ്പോ എന്തെങ്കിലും ഫീലിങ്സോ ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക. തുറന്നോ. മെഡിറ്റേഷൻ ക്ലാസ്സാ. ഓക്കെ, ഞാൻ വരാം. ഞാൻ വരാം. ഇനി നമ്മുടെ നെഞ്ച്, ഹൃദയമിടിക്കുന്ന ഭാഗത്തേക്ക് നോക്കുക. നെഞ്ചിന്റെ അവിടെ, ഹാർട്ട് ഇടിക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും വിമ്മിഷ്ടമോ ടൈറ്റ്നെസ്സോ ഭാരമോ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മൾ പതുക്കെ പതുക്കെ ശരീരത്തിനെ പൂർണ്ണമായിട്ട് നമ്മുടെ സെൻസേഷന്റെ നിരീക്ഷണത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അതിന് പല പല ഭാഗങ്ങളായിട്ട് നമ്മളിപ്പോൾ ഒന്ന് ഫോക്കസ് ചെയ്യുന്നു. ഒരു ഘട്ടം എത്തുമ്പോൾ ശരീരം മൊത്തമായിട്ട് തന്നെ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ടും സെൻസേഷൻസ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും പല രീതിയിലുള്ള സെൻസേഷൻസ് ഫീൽ ചെയ്യുന്നതായിട്ടും നമുക്ക് മനസ്സിലാവും. മെഡിറ്റേഷൻ നേരത്തെ ചെയ്ത് അല്പമെങ്കിലും ഫോക്കസ് ആയിട്ടുള്ളവർക്ക് അത് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അല്ലാത്തവർ അതിനെപ്പറ്റി വറി ചെയ്യേണ്ട. ശ്വാസത്തിൽ തന്നെ മനസ്സിനെ ഫോക്കസ് ചെയ്യുക. മനസ്സൊന്നും കൂടെ സ്ട്രോങ് ആയിക്കോട്ടെ, ഫോക്കസ്ഡ് ആയിക്കോട്ടെ.
നമ്മുടെ ഓരോ ചിന്തയ്ക്കും അനുസരിച്ച് നമ്മുടെ ശരീരത്ത് ഓരോരോ സെൻസേഷൻസ് വരും. ചിലപ്പോൾ നെഞ്ചിനകത്തായിരിക്കും വരുന്നത്. ശ്വാസോച്ഛ്വാസത്തെ എന്തായാലും അഫക്റ്റ് ചെയ്യും. അതുകൂടാതെ ശരീരത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും ഓരോ സെൻസേഷൻസ് വരികയും ചെയ്യും. ഈ സെൻസേഷൻ എന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ നമുക്ക് എന്തും ഫീൽ ചെയ്യുന്നതിന് നമ്മൾ സെൻസേഷൻ എന്നാണ് പറയുന്നത്. അത് ചൂടാവാം, തണുപ്പാവാം, തരിപ്പാവാം, മരവിപ്പാവാം, വൈബ്രേഷൻസ് ആവാം, ചൊറിച്ചിലാവാം, പെയിൻ ആവാം, എന്തുമാവാം. മനസ്സ് കൂടുതൽ കൂടുതൽ സൂക്ഷ്മമായി തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ ചിന്തകൾ പോലും നമ്മുടെ ശരീരത്ത്, മനസ്സിനകത്തും ഹൃദയത്തിലും ഒക്കെ ഓരോ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ക്രമേണ ശരീരത്തുള്ള സെൻസേഷൻസ് വളരെ വളരെ പ്രകടമായ രീതിയിൽ, വളരെ എവിഡൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടിത്തുടങ്ങും. ഇതിനെയാണ് നമ്മൾ പ്രജ്ഞ എന്ന് പറയുക, പ്രത്യക്ഷ ജ്ഞാനം. അതായത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണോ എൻ്റെ ശരീരത്ത്, എൻ്റെ മനസ്സിൽ, ഇതിനെപ്പറ്റി നമ്മൾ സ്വയം ഇറങ്ങി നമ്മൾ നിരീക്ഷിക്കുകയാണ്. പ്രത്യക്ഷ ജ്ഞാനം, പ്രജ്ഞ, അല്ലെന്നുണ്ടെങ്കിൽ യഥാഭൂത ജ്ഞാനദർശനം. അതായത് ഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രസന്റ് മൊമെന്റിൽ എൻ്റെ ശരീരത്ത് ഭൂതമായിക്കൊണ്ടിരിക്കുന്ന, ഭവിച്ചുകൊണ്ടിരിക്കുന്ന, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ജ്ഞാനം, അറിവ്, ദർശനം, ഇൻസൈറ്റ്. നമ്മളിപ്പം ഇൻസൈറ്റിലേക്കാണ് പോകുന്നത്, ഉൾക്കാഴ്ചയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നുള്ളതിനെ പറ്റി നമ്മൾ ഉൾക്കണ്ണുകൊണ്ട് കാണുകയാണ്, എക്സ്പീരിയൻസ് കൊണ്ട് കാണുകയാണ്. നമ്മുടെ സ്വന്തം അനുഭവത്തിൽ കൂടെ കാണുന്നത്. അതിന് നമ്മുടെ കണ്ണോ കണ്ട റെറ്റിനയോ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ അനുഭവമാണ് നമ്മുടെ ഉൾക്കാഴ്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. പുറത്തേക്കുള്ള കാഴ്ചകൾ കാണാനാണ് നമ്മുടെ കണ്ണ്, കണ്ട് റെറ്റിന, കണ്ണിൻ്റെ അകത്തുള്ള ലെൻസ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ഉൾക്കാഴ്ചയ്ക്ക് നമ്മുടെ അനുഭവങ്ങളാണ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താണ് അനുഭവിക്കുന്നത്. ശ്വാസോച്ഛ്വാസം, ചിന്തകൾ, ശരീരത്തുണ്ടാവുന്ന സെൻസേഷൻസ്, ഇങ്ങനെ 3 കാര്യങ്ങൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. പതുക്കെ പതുക്കെ നമ്മുടെ മനസ്സിന്റെ പ്രതികരണവും നമുക്ക് കിട്ടിത്തുടങ്ങും. ഓരോ സെൻസേഷൻ വരുമ്പോഴും അതിനോട് എൻ്റെ മനസ്സ് ഇഷ്ടവും അനിഷ്ടവും കാണിക്കുന്നതും നമുക്ക് മനസ്സിലാവും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എൻ്റെ മനസ്സ് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഓരോ സെൻസേഷനും അനുസരിച്ച് ഇഷ്ടവും അനിഷ്ടവും കാണിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ മനസ്സിന് ഞാൻ ശീലിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ മനസ്സിനെ ഒരു കുതിരയെ പോലെ ചാടിക്കുന്നത്. ഇപ്പോൾ സെൻസേഷൻസ് കിട്ടിത്തുടങ്ങുമ്പോൾ, സെൻസേഷൻസ് വളരെ ക്ലിയറായി നമുക്ക് മനസ്സിലായി തുടങ്ങുമ്പോൾ നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യും. സെൻസേഷൻസ് എല്ലാം വന്നു പോയിക്കൊണ്ടിരിക്കും. ഓരോ സ്ഥലത്തും ഒരു പെയിൻ ഉണ്ടെങ്കിൽ പോലും ആ പെയിൻ പോലും അവിടുത്തെ കോശങ്ങളിൽ ഉണ്ടാകുന്ന ഫിസിക്കൽ ചേഞ്ചസ് മാത്രമാണ്, കെമിക്കൽ ചേഞ്ചസ് മാത്രമാണ്, അല്ലെങ്കിൽ ബയോളജിക്കൽ ചേഞ്ചസ് മാത്രമാണ്, അല്ലെങ്കിൽ കലാപകണങ്ങളിൽ ഉണ്ടാകുന്ന അതിൻ്റെ ചൂടിലോ തണുപ്പിലോ ഒക്കെ ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഭാരത്തിലുണ്ടാകുന്ന വേരിയേഷൻസ് ആണ്. നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ സ്ഥലത്തും ഓരോ ആറ്റങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ആറ്റങ്ങളുടെ അതിൻ്റെ ഊർജത്തിലൊക്കെ വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ. അതനുസരിച്ചാണ് നമുക്ക് ഓരോ ഫീലിങ്സുകൾ മാറി മാറി നമ്മുടെ ശരീരത്തിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ആറ്റവും ഉണ്ടാക്കിയിരിക്കുന്നത് 4 ഊർജങ്ങൾ കൊണ്ടാണെന്നാണ് നമ്മൾ പറയുന്നത്. താപ ഊർജം,
ജല ഊർജം, അല്ലെങ്കിൽ ഒട്ടിച്ചേർന്നിരിക്കാനുള്ള ഊർജം, പരസ്പരം വിഘടിക്കാനോ ചേർന്നിരിക്കാനോ ഉള്ള ഊർജം, ഭാരം, പിന്നെ ചലനം. ഇങ്ങനെ 4 ഊർജ രൂപങ്ങൾ കൊണ്ടാണ് ഓരോ ആറ്റവും ഉണ്ടാക്കപ്പെടുന്നതെന്നാണ് വളരെ ബ്രോഡായിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ ഈ ഒരു ഓരോന്നിലും വരുന്ന മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്ത് അനുഭൂതികളായി നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരാറ്റവും നിശ്ചലമല്ല, ഓരോന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സ്വഭാവത്തിലും അതിന്റെ എല്ലാ രീതികളിലും മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ശരീരത്ത് മാറ്റങ്ങൾ ഉണ്ടാവുന്നതും ശരീരത്തിൽ നമുക്ക് സെൻസേഷൻസ് ഉണ്ടാവുന്നതും. അപ്പൊ നമ്മൾ അതിനെയൊക്കെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. എൻ്റെ ശരീരത്തിൽ എന്തൊക്കെ സെൻസേഷൻസ് ആണ് ഉണ്ടാവുന്നത്. ആ സെൻസേഷൻസ് എല്ലാം തന്നെ നമ്മൾ അറിയുന്നില്ലെങ്കിലും സൂക്ഷ്മാവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരീരം മൊത്തത്തിൽ തന്നെ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഒരു ഘട്ടം എത്തുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ശരീരവും നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളും പ്രപഞ്ചവും എപ്പോഴും ഇങ്ങനെ അതിന്റെ മൈക്രോ സ്റ്റേജിൽ എല്ലാം വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ പ്രപഞ്ചത്തിന്റെ സ്വഭാവത്തെ നമ്മുടെ ശരീരത്തിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മുടെ ശരീരത്തിന്റെ സ്വഭാവത്തിലൂടെ അതേ സ്വഭാവം തന്നെയാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും സംഭവിക്കുന്നതെന്ന് നമ്മൾ കാണുകയാണ്. ഓരോ സ്ഥലത്തും ഓരോ ഇടത്തും ഓരോ വസ്തുക്കളിലും, പുല്ലിലും പുഴുക്കളിലും ജീവികളിലും ജീവജാലങ്ങളിലും ചേതനവും അചേതനമായ വസ്തുക്കളിലും ഒക്കെ ആറ്റങ്ങൾ ഇതുപോലെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രപഞ്ചം മൊത്തം നമ്മുടെ ശരീരം ഉൾപ്പെടെ ഇങ്ങനെയാണ് ബുദ്ധൻ സ്വന്തം ശരീരത്തിലൂടെ പ്രപഞ്ചത്തെ പൂർണ്ണമായി അറിയുന്നത്. അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്, എൻ്റെ ശരീരം ഉൾപ്പെടെ പ്രപഞ്ചം ഉൾപ്പെടെ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും സ്ഥിരമായി നിൽക്കുന്നില്ല. സർവവും അനിത്യമാണ്. അതുകൊണ്ട് ശരീരത്തുണ്ടാവുന്ന സെൻസേഷൻസും അനിത്യമാണ്. അതിനോട് നമ്മൾ ഇഷ്ടമോ അനിഷ്ടമോ കാണിക്കേണ്ട കാര്യമില്ല. ഓരോന്നും മാറി മാറി വന്നു മറിഞ്ഞു പോട്ടെ. തിരിച്ച് നമ്മൾ നമ്മുടെ ശ്വാസത്തിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരുന്നു. മൂക്കിന്റെ ആ ഒരു ത്രികോണാകൃതി, നമ്മുടെ മേൽചുണ്ടിന് മുകളിലുള്ള മൂക്കിന്റെ ആ മൊത്തമുള്ള ആ ഒരു ഏരിയ, അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്.
ഇപ്പം നമ്മൾ സതിപർത്ഥാനാസിൻ്റെ 3 കാര്യങ്ങളെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശ്വാസം, നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ചിന്തകൾ, നമ്മുടെ സെൻസേഷൻസ്. ശ്വാസത്തിൽ കൂടെ തന്നെയാണ് നമ്മൾ സെൻസേഷൻ്റെ ലോകത്തേക്ക് പ്രവേശിക്കുന്നത്. ശ്വാസത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സ് സബ് കോൺഷ്യസിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ സെൻസേഷൻസിലേക്ക് എത്തും. സെൻസേഷൻസിലാണ് പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സ് ഏതൊക്കെ ചിന്തകളിൽ കൂടെ പോകുന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടും. പക്ഷെ അത് എന്തൊക്കെ ചിന്തകളാണ് എന്ന് നമ്മൾ അതിനെ ചകഞ്ഞു നോക്കേണ്ട കാര്യമില്ല. മനസ്സ് ഓടുന്നുണ്ട്, അത്രമാത്രം അറിഞ്ഞാൽ മതി. ചിലപ്പോൾ ചില ചിന്തകൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അല്ലെങ്കിലും മനസ്സ് ചെറുതും വലുതുമായ പല ചിന്തകളിൽ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുകയാണ്. ഇപ്പൊ ശ്വാസത്തിലേക്ക് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. കൂടുതൽ കൂടുതൽ മനസ്സിനെ സൂക്ഷ്മമാക്കുക. സെൻസേഷൻസിനെ കൂടുതലാക്കി അറിഞ്ഞു തുടങ്ങുക, ഫീൽ ചെയ്ത് തുടങ്ങുക. അപ്പോൾ തനിയെ മനസ്സിന്റെ പ്രതികരണത്തെ പറ്റിയുള്ള ബോധവും കിട്ടിത്തുടങ്ങും. ഇങ്ങനെയാണ് ഉൾക്കാഴ്ച നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇൻസൈറ്റ്. മനസ്സിലുണ്ടാവുന്ന ചേഞ്ചസ് ശരീരത്തിനെ എങ്ങനെ ബാധിക്കുന്നു? ശരീരത്തിലുണ്ടാവുന്ന ചേഞ്ചസ് മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു? മനസ്സും ശരീരവും പരസ്പരം എങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് പ്രവർത്തിക്കുന്നു? ഇതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ ഒരു വാചകം ഓർത്തിരിക്കുക, അനിച്ഛാവത സംഖാര. അതായത് ശരീരത്തുണ്ടാവുന്ന എല്ലാ സെൻസേഷൻസും മാറിക്കൊണ്ടിരിക്കുന്നതാണ്, അനിത്യമാണ്, ഒന്നും നിലനിൽക്കില്ല. അത് കൂടെ മനസ്സിനെ ഓർപ്പിക്കുക. നമ്മുടെ ശരീരം ഇംപെർമനന്റ് ആണ്, അനിത്യമാണ്. അതെപ്പോഴും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. എല്ലാവരും സാവധാനം ഒന്ന് കണ്ണു തുറക്കുക. മുഖം ഒന്ന് 2 കൈകൾ കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തടവി മുഖത്തെ ഒന്ന് ഫ്രഷ് ആക്കുക. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് നമ്മുടെ ഉള്ളിലോട്ടുള്ള യാത്ര എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ കിട്ടാനാണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്തത് നമ്മുടെ മനസ്സിനെ അനാവശ്യമായിട്ടുള്ള കോൺഷ്യസ് ആക്ടിവിറ്റിയിൽ നിന്ന് പിൻവലിച്ച് ഒന്ന് ഫോക്കസ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിന് പിന്നെ ഉള്ള അടുത്ത അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്
കോൺഷ്യസ് പ്രവർത്തനങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അറിയാതെ തന്നെ പിന്നെ അടുത്ത സബ് കോൺഷ്യസിലേക്ക് പോവുക എന്നുള്ളതാണ്. അത് തനിയെ പൊക്കോളും. നമ്മൾ എത്രത്തോളം എഫക്റ്റീവായിട്ട് നമ്മുടെ കോൺഷ്യസ് പ്രവർത്തനങ്ങളെ നമ്മൾ കുറയ്ക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ മനസ്സ് സബ് കോൺഷ്യസിലേക്ക് ഇറങ്ങുന്നത്. അത് ഇറങ്ങുമ്പോൾ അവിടെ നമുക്ക് സംവേദനകൾ കൂടുതൽ പ്രകടമായി കിട്ടിത്തുടങ്ങും. അവിടെയാണ് നമ്മുടെ പ്രജ്ഞ, നമ്മുടെ ഉൾക്കാഴ്ച നമുക്ക് കൃത്യമായി കിട്ടുന്നത്. അപ്പൊ സംവേദനകളിൽ തന്നെ നമ്മൾ പിന്നീട് കൂടുതലായി നിലയുറപ്പിക്കാൻ തുടങ്ങും. എപ്പോഴെങ്കിലും സംവേദനകളിൽ നിന്ന് നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ പിന്നെ ശ്വാസത്തിലേക്ക് പോകും. അവിടെ ഒന്നുകൂടെ സൂക്ഷ്മമാക്കും, പിന്നെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങും. അങ്ങനെ ശ്വാസം സംവേദനകൾ എന്ന് പറയുന്ന ആ ഒരു രണ്ടിലേക്ക് നമ്മൾ ചുരുക്കും. 4 എണ്ണത്തിൽ നിന്ന് 2 ആക്കി ചുരുക്കും. ഇത് 2 ആക്കി ചുരുക്കുമ്പോൾ തന്നെ മറ്റ് 2 എണ്ണം അറിയാതെ നമുക്ക് അറിയാൻ പറ്റും. ഇതിൽ നിൽക്കുമ്പോൾ തന്നെ ചിന്തകൾ മനസ്സിൽ പോകുന്നതിനെ നമുക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും. മനസ്സ് കൂടുന്നുണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ സംവേദനകളോട് മനസ്സ് പ്രതികരിക്കുന്ന സ്വഭാവം, അതിന്റെ പ്രതികരണ രീതികളും കിട്ടിത്തുടങ്ങും. അങ്ങനെ അത് രണ്ടും കിട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് ഈ 4 കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു തുടങ്ങും. പക്ഷെ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന പ്രവർത്തനത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതിന് സംവേദനകളുടെ തലത്തിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. സംവേദനകളെ അറിയുക, ഇഷ്ടവും അനിഷ്ടവും കാണിക്കാതെ സംവേദനകളോട് നമ്മൾ ജസ്റ്റ് അതിനെ പാസ് ഓൺ ചെയ്യാൻ അനുവദിക്കുക. അങ്ങനെ മനസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ദൃഢമായി അസ്വസ്ഥതകൾ കുറഞ്ഞു 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 വരും. അപ്പൊ നമ്മൾ അറിയാതെ നമുക്ക് ആ സ്കില്ല് കിട്ടിത്തുടങ്ങും. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ പഴയ ക്ലാസ്സുകൾ അല്ലെങ്കിൽ പഴയ മെഡിറ്റേഷന്റെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അവരൊന്നും കൂടി അതിലേക്ക് പോയിട്ട് ശ്വാസത്തിൽ തന്നെ കൂടുതലായിട്ട് എങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഗൈഡഡ് മെഡിറ്റേഷൻ അവിടെ ഉണ്ട്. അതും കൂടെ നോക്കി ഓരോ ഗൈഡഡ് മെഡിറ്റേഷനും ഞാൻ കൊണ്ടുപോകുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രോഗ്രസ് ചെയ്താണ് പോകുന്നത്. ഇന്ന് നമ്മൾ കൈയും കാലുകളും നമ്മൾ ഇരിക്കുന്ന ഭാഗവും നമ്മുടെ ഹൃദയവും മുഖവും നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ എത്രത്തോളം അതിനകത്ത് ദിവസം പ്രാക്ടീസ് ഉണ്ടെന്നനുസരിച്ച് നമ്മുടെ ഈ സ്കില്ല് കൂടിക്കൂടി വരും. അടുത്തൊരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരം മൊത്തമായിട്ട് തന്നെ സെൻസേഷൻസും വൈബ്രേഷൻസും ഉണ്ടാവുന്നതായിട്ട് ഫീൽ ചെയ്യും. അതാണ് നമ്മൾ എത്തേണ്ട ടാർഗറ്റ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് നമ്മളുടെ മനസ്സിന്റെ ശുദ്ധീകരണം പൂർണ്ണമായിട്ട് ചെയ്തു തുടങ്ങാൻ പറ്റും. അതാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക്, അടുത്ത മെഡിറ്റേഷൻ ക്ലാസ് മിക്കവാറും നമ്മൾ ആ ഒരു ഘട്ടത്തിൽ എത്തും. എല്ലാവരും കൃത്യമായിട്ട് എല്ലാ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്താൽ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അതുകൂടെ ഞാൻ ക്ലാരിഫൈ ചെയ്യാം. ഇപ്പൊ തന്നെ എന്തെങ്കിലും അനുഭവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീലിങ്സോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. മടിച്ചു നിൽക്കണ്ട, ചോദിച്ചോളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിച്ചോളൂ. ചോദിച്ചോ മാഡം. സാറേ, എനിക്ക് ഈ സെൻസേഷൻസ് എന്ന് പറയുന്ന അതിലേക്കൊന്നും വന്നിട്ടില്ല. എനിക്ക് ചൂടുണ്ടായിരുന്നു, കൈക്കും കാലിനും ചൂട് അനുഭവപ്പെട്ടു. അതായത് നമ്മൾ സെൻസ് ചെയ്യുന്നത് എന്തും സെൻസേഷനാണ്. ഈ ചൂടും ഒക്കെ സെൻസേഷനാണ്. അങ്ങനെ സെൻസേഷൻ എന്ന് പറയുന്ന പ്രത്യേക ഒരു സംഗതി ഇല്ല. എന്തൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ, ഫീൽ ചെയ്യുന്നുണ്ടോ, ബോഡിയിൽ ഫീൽ ചെയ്യുന്നുണ്ടോ, അതെല്ലാം സെൻസേഷന്റെ പരിധിപ്പെടും. ശരീരം കൊണ്ട് ഫീൽ ചെയ്യുന്ന വൈബ്രേഷൻ ചിലപ്പോൾ വൈബ്രേഷൻ തന്നെ വേണമെന്നില്ല. ഈ ചൂടും തണുപ്പും സത്യം പറഞ്ഞാൽ അവിടെ ഒരു വൈബ്രേഷൻ നടക്കുന്നുണ്ട്. ആ ചൂടെന്ന് പറയണതും അവിടെ അതിനകത്തോട്ട് നമ്മൾ ഒന്നും കൂടെ ഇറങ്ങുമ്പം ആ ഓരോ സ്ഥലത്തുമുള്ള ആറ്റംസിനകത്തുള്ള വൈബ്രേഷൻസ് ആണ് ചൂടായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ തരിപ്പായിട്ട് ഫീൽ ചെയ്യാം, ചിലപ്പോൾ മരവിപ്പായിട്ട് ഫീൽ ചെയ്യാം, പല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാം. ഇതെല്ലാം സെൻസേഷൻസ് ആണ്. അതായത് നമ്മുടെ ശരീരത്ത് ലൈഫ് ഉള്ള ഏരിയ, ഡെഡ് ആയിട്ടുള്ള ചില ഏരിയ, ചിലപ്പോൾ തളർന്നു പോയ ചില ഭാഗങ്ങളുണ്ടാവും. അതായത് അവിടെ പ്രത്യേകിച്ച് നമുക്കൊരു സെൻസേഷനും ഫീലിംഗ് ഇല്ലാത്ത നമ്മായിട്ടുള്ള ചില ഫീലിംഗ് അല്ലാത്ത ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ചേഞ്ചസ് അവിടുത്തെ, കാരണം രക്തം അവിടേക്ക് എത്തുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ടാവും. അത് നമുക്കത് ഫീൽ ചെയ്യും. അപ്പൊ അതെല്ലാം സെൻസേഷൻസിന്റെ പരിധിപ്പെടുന്ന കാര്യങ്ങളാണ്.
അതിനെപ്പറ്റി പിന്നെ നമ്മുടെ മനസ്സ് ഫോക്കസ്ഡ് ആയി വരുമ്പോഴാണ് അത് കൂടുതൽ പ്രകടമായി വരുന്നത്. അത് നമ്മൾ അങ്ങനെ ശീലിച്ചിട്ടില്ലല്ലോ, നമ്മുടെ മനസ്സിനെ നമ്മൾ അങ്ങനെ ശരീരത്തോട്ട് ഫോക്കസ് ചെയ്ത് ശീലിപ്പിച്ചിട്ടില്ലല്ലോ, തന്നെയല്ല ഒരിടത്തും നിർത്തിയിട്ടില്ല. പൂർണ്ണമായിട്ട് മനസ്സ് ശ്രദ്ധ മുഴുവൻ ഈ ചിന്തയ്ക്കകത്തും പുറത്തുള്ള കാര്യങ്ങളുമാണ്. അപ്പം എന്താണ് ബോഡിയിൽ നടക്കുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് നമുക്ക് ഒരിക്കലും കിട്ടാറില്ല. ഇനി അതിനെപ്പറ്റി നമ്മൾ പരിശീലിപ്പിച്ച് മനസ്സിനെ കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും നമുക്ക് ഒരേ സമയം കിട്ടിത്തുടങ്ങും. അതായത് ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബാരിയർ ഉണ്ട്, അതങ്ങ് ബ്രേക്ക് ആവും. കോൺഷ്യസ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ സബ് കോൺഷ്യസും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതാണ് നമ്മളുടെ ഈ പറയുന്ന പ്രജ്ഞയിൽ സ്ഥിരമാവുക എന്ന് പറയുന്നത്, സ്ഥിതപ്രജ്ഞനാവുക എന്ന് പറയുന്നത്. എസ്റ്റാബ്ലിഷിംഗ് ഇൻ പഞ്ഞ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷിംഗ് ഇൻ പ്രജ്ഞ എന്ന് പറയുന്ന കണ്ടീഷനാണ്. അത് വന്നോളും, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോയാൽ മതി. നമ്മള് ഓരോ ഇഞ്ച് വെച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്യത്തില്ലേ, അത് ആയില്ലല്ലേ? അതായിട്ടില്ല, അതിന് അതിലേക്ക് വരണം. അത് ബോഡി മൊത്തം കിട്ടി തുടങ്ങി കഴിയുമ്പോഴാണ് നെക്സ്റ്റ് ആ ലെവലിലേക്ക് പോകുന്നത്. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, നമ്മൾ ദിവസവും അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ഒരാഴ്ചത്തേക്ക് ആ ഒരു ചേഞ്ചസിലേക്ക് നമ്മൾ എത്തുള്ളൂ. വൺസ് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാ പെട്ടെന്ന് കിട്ടുന്നത്. പിന്നെ നമുക്ക് അപ്പൊ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും. ഇപ്പൊ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് അപ്പൊ തന്നെ അതിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. കാര്യം ഞാൻ അത്രയും നാള് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എനിക്കത് അറിയാം. സാഗത് ആനന്ദ് വരുത്തായിരുന്നു. സാഗത് പറഞ്ഞു സാഗതിന് ഭയങ്കര അസ്വസ്ഥതയൊക്കെ ഫീൽ ചെയ്തെന്ന് പറഞ്ഞു. ഭയങ്കര ഇറിറ്റേഷൻസ് ഉണ്ടായെന്ന് പറഞ്ഞു. അത് വരും, അതിനെ ജസ്റ്റ് വാച്ച് ചെയ്താൽ മതി. അതിനോടൊന്നും ഇറിറ്റേഷൻ നമ്മൾ മനസ്സുകൊണ്ട് അതിനോട് പ്രതികാരം കാണിക്കേണ്ട. അത് എന്തായാലും ഒരു സാധനം ശരീരത്തിൽ നിൽക്കാൻ പോകുന്നില്ല, സ്ഥിരമായിട്ട് നിൽക്കാൻ പോകുന്നില്ല. അത് നമ്മൾ ഉറച്ച് മനസ്സിലാക്കണം. എന്ത് സാധനമാണ് ശരീരത്തിൽ ഉണ്ടാവുന്നതും അത് നിലനിൽക്കാൻ പോകുന്നില്ല. അതിനെ ജസ്റ്റ് വാച്ച് ചെയ്താൽ മതി. ആദ്യ സമയത്തൊക്കെ നമുക്ക് അങ്ങനത്തെ ഒത്തിരിയേറെ സംഭവങ്ങൾ ഉണ്ടാകും. കാര്യം നമ്മൾ എന്താ പറയുക, അതിലേക്ക് ഇറങ്ങുവാണ്, നമ്മൾ അതിൽ കൂടുതലായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങുവാണ്. ഇത് എപ്പോഴും ശരീരം സംഭവിക്കുന്നുണ്ട് ഇത്. പക്ഷെ ഇപ്പോ നമ്മൾ അതിനകത്തോട്ട് കൂടുതൽ ഇറങ്ങുന്നത് കൊണ്ട് നമുക്കത് പ്രകടമായി ഫീൽ ചെയ്യുന്നു മാത്രം. ഇതിപ്പോ നമ്മളിത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ശരീരത്തിൽ സെൻസേഷൻസ് അവിടെ ഉണ്ടായിക്കൊണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ അതുകൊണ്ട് ഇറങ്ങുമ്പോൾ, അതിന്റെ ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള സെൻസേഷൻസ് കൂടുതൽ തെളിച്ചത്തോടുകൂടി കൂടുതൽ പ്രകടമായി വരും, ഫീൽ ചെയ്യാൻ തുടങ്ങും. അതാണ് നമ്മൾ ഈ ചെയ്യുന്നത്. എന്നിട്ടാണ് അതിലാണ് നമ്മൾ നമ്മുടെ ഉപേക്ഷ അല്ലെങ്കിൽ ഇക്വാനിമിറ്റി അല്ലെങ്കിൽ അതിനോട് ഇഷ്ടം കാണിക്കാത്ത രീതിയിലുള്ള ഇത് ചെയ്യുന്നത്. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം കെട്ടടങ്ങി മനസ്സ് ശാന്തമായി തുടങ്ങും. അങ്ങനെയാണ് ഇന്നർ പീസ് ഉണ്ടാവുന്നത്. ഇപ്പം നമ്മൾ ഈ പറയണ പല ആൾക്കാരും, അതായത് തൊട്ടാ പൊട്ടുന്ന രീതിയിലുള്ള പല സ്വഭാവമുള്ള ആൾക്കാരും അവരുടെ ശരീരത്തിൽ വല്ലാത്ത നെഗറ്റീവ് വൈബ്രേഷൻസ് നടന്നുകൊണ്ടായിരിക്കുന്നത്. അതിനനുസരിച്ച് അവന്മാരിങ്ങനെ പ്രതികരിച്ചുകൊണ്ടും ഇരിക്കുകയും ചെയ്യും. കാര്യം അവരുടെ തലയ്ക്കകത്തോട് അത്രയും കാര്യങ്ങൾ പമ്പരം പോലെ പോവുകയും അതിനനുസരിച്ചുള്ള നെഗറ്റീവ് ഫീലിങ്സും വൈബ്രേഷൻസും അവരുടെ ബോഡി നിൽക്കുന്നതുകൊണ്ടാണ് അവർ തൊട്ടാ പൊട്ടുന്നത്, അഗ്നിപർവ്വതം പോലെ നിൽക്കുന്നത്. അവരതിനെ ഒന്നും തണുക്കാൻ അവർ അനുവദിക്കുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായിട്ട് അവരിങ്ങനെ ആളി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരതിനകത്തൊന്ന് ഇറങ്ങി അതിനെ ഒന്ന് തണുപ്പിച്ചു തുടങ്ങുമ്പോൾ അവർ ശാന്തമായി തുടങ്ങും. ജസ്റ്റ് നമ്മൾ വെള്ളത്തിന് ചൂട് കൊടുക്കുന്ന പോലെ നമ്മൾ ആ തീ അങ്ങ് കെടുത്തി കഴിഞ്ഞാൽ തന്നെത്താൻ അത് തണുക്കും. ആ തണുക്കാൻ പക്ഷെ നമ്മൾ അതുവരെ സമയം കൊടുക്കണം. അതിനു മുമ്പ് നമ്മൾ പിന്നെയും അനിഷ്ടം കാണിക്കുമ്പോൾ നമ്മൾ പിന്നെയും ചൂട് കൊടുക്കുന്ന പോലെയാണ്. ഈ രീതിയിൽ മനസ്സിനെ മനസ്സിലാക്കാനും പഠിക്കാനും
നമ്മുടെ തന്നെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ തന്നെ താൻ ഹാബിറ്റുകളെ മാറ്റാനും ഒക്കെയുള്ള ഒരു അറിവ്, ഒരു പഠനം, അത് ബൗദ്ധധർമ്മത്തിൽ മാത്രമേ തന്നിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മൾക്കൊക്കെ ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം. വേറെ ഓരോരുത്തർ ഇരുട്ടി തപ്പുമ്പോൾ നമുക്ക് കൃത്യമായ വെളിച്ചമുണ്ട്. ഓരോ വ്യക്തിയെയും നമുക്ക് സ്വയം മാറ്റിയെടുക്കാനായിട്ട് അവനെ പ്രാപ്തനാക്കുന്ന ഒരു ദർശനമാണ് നമുക്കുള്ളത്. അപ്പം അതിന്റെ ടെക്നിക്ക് ഇത്രേ ഉള്ളൂ. മൈൻഡിനെ കോൺഷ്യസ് ആക്ടിവിറ്റിയിൽ നിന്ന് ഒതുക്കി കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുക, ശരീരത്തിൽ തന്നെ ഉള്ള ഒരു ഫംഗ്ഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുക. അത് നമ്മുടെ ശ്വാസം. അത് കോൺസെൻട്രേറ്റ് ആയി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സ് സബ് കോൺഷ്യസിലേക്ക് പോകും. സബ് കോൺഷ്യസിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംവേദനകൾ കൂടുതൽ കൂടുതൽ പ്രകടമായി കിട്ടിത്തുടങ്ങും. പല രീതിയിൽ ബോഡിയിൽ പല സ്ഥലത്ത് പല രീതിയിലുള്ള ഫീലിങ്സ് ആണ് ഉണ്ടാവും. ഇതിനെയാണ് സംവേദന എന്ന് പറയുന്നത്. ഫീലിങ്സ് എന്താണോ ഫീൽ ചെയ്യുന്നത് അതെല്ലാം എല്ലാം സംവേദനകൾ. ആ ഫീൽ ചെയ്യുന്നു, നമ്മൾ അറിഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ അതിനോട് ഇഷ്ടം അനിഷ്ടം കാണിക്കാതെ നമ്മൾ നോക്കും. കാരണം അതിനോട് ഓരോന്നിനും നമ്മുടെ മനസ്സ് ഇഷ്ടം അനിഷ്ടം കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ചാട്ടങ്ങളും കുതിക്കലും കാണാൻ പറ്റും, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പെയിൻ വരുമ്പോൾ ഉടനെ ഒരു ഇറിറ്റേഷൻ നമ്മുടെ മനസ്സിനകത്ത് കാണുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവും, ഇങ്ങനെയാണ് ഞാൻ അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, കാണുന്നു, അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, അതനെ പോകുന്നു. ഇങ്ങനെ വരുമ്പോൾ കുറെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനോടൊക്കെ നമ്മൾ എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വന്നാലും നമുക്ക് വലിയ റിയാക്ഷൻ ഉണ്ടാവത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സ് കൂളായി തുടങ്ങും. ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തു തുടങ്ങും. മനസ്സിനെ പണ്ടത്തെ ഹാബിറ്റിൽ നിന്ന് മുക്തമാക്കി കൊണ്ടുവരും. അത് കുറച്ചങ്ങോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത് നമുക്ക് ഒരു സ്കില്ലായി കിട്ടിത്തുടങ്ങുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കുറച്ച് അറിവുകൾ നമുക്ക് കിട്ടി തുടങ്ങും. എൻ്റെ മനസ്സ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എൻ്റെ ശരീരം ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ അനിത്യമാണ്, എൻ്റെ ഉള്ളിൽ ആത്മാവെന്നൊരു സംഭവം ഇല്ല. അപ്പൊ ഇങ്ങനെയാണ് എനിക്ക് അപ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്നത്. ഇഷ്ടം അനിഷ്ടം കാണിക്കുമ്പോഴാണ് ദുഃഖം എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. ഈ മാറിക്കൊണ്ടിരിക്കുന്ന അനുഭൂതിയോട് ഞാൻ ഇഷ്ടം അനിഷ്ടം കാണിക്കുക, ഞാൻ ദിവസം എപ്പോഴും അസ്വസ്ഥതയിൽ പെട്ടുകൊണ്ടിരിക്കുക, അത് മാറ്റിക്കളയും. അപ്പം അനിത്യ ദുഃഖ അനാത്മ എന്താന്ന് മനസ്സിലാവും. മനസ്സിനകത്തെ നമ്മൾ അതിനെ ക്ലീൻ ചെയ്യുന്ന പരിപാടി ചെയ്തോളും. ഇത്രേ ഉള്ളൂ സംഭവം. സിമ്പിളാണ്. അപ്പൊ അതിലൊക്കെ ഒന്ന് പോവുക, അതിലേക്കൊന്ന് എത്തുക, ആ പ്രജ്ഞാവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം നമുക്ക് കാര്യമായിട്ട് ചെയ്യാനുള്ളൂ. അതിന് നമ്മളുടെ ഈ പറയുന്ന മനസ്സിന്റെ ആക്ടിവിറ്റിയൊക്കെ ഒന്ന് കുറച്ച് നമ്മൾ എത്രത്തോളം നന്നായിട്ട് നമ്മുടെ ഇതിനകത്ത് ആ ഫോക്കസ് നമ്മൾ ഉണ്ടാക്കുന്നു, അതനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ തന്നെ സബ് കോൺഷ്യസിലേക്ക് ഇറങ്ങാനും നമ്മുടെ മനസ്സിന്റെ അസ്വസ്ഥതകളുടെ കാരണത്തിലേക്ക് നമുക്ക് എത്താനും പറ്റും. അവിടെ ഇട്ട് നമ്മൾ അതിനെ ക്ലീൻ ചെയ്യുക. വേറെ എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സാർ മുമ്പേ അനിച്ച എന്ന് പറഞ്ഞിട്ട് അതെന്തുവായിരുന്നു പറഞ്ഞേ? അനിച്ചാവത സംഘാര. പാലി ഭാഷയിൽ ബുദ്ധൻ എപ്പോഴും പറഞ്ഞത്, നമ്മൾ ചാൻഡ് ചെയ്യുമ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴും നിരീക്ഷിച്ച് നടക്കുമ്പോഴും സതിപത്താനത്തിൽ നിരീക്ഷിക്കുമ്പോഴും നമ്മുടെ മനസ്സിനകത്ത് ഈ ഒരു അറിവ് വേണം. അതായത് എൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോന്നും മാറിക്കൊണ്ടിരിക്കുന്നതാണ്, അതിനോട് ഞാൻ പ്രതികരിക്കേണ്ട കാര്യമില്ല. എൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ ഫീലിങ്സും അത് ഈ പറയുന്ന ആറ്റങ്ങളുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന സ്ഥിരമായി നിൽക്കാൻ പോകുന്നില്ല. എൻ്റെ ശരീരം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു സംവേദനകളും ശരീരത്തിൽ സ്ഥിരമായി നിൽക്കുന്നില്ല. ഇത് ബോധമായിട്ട് നമ്മുടെ ഉള്ളിൽ നമുക്ക് ആ അറിവ് കൃത്യമായിട്ട് നമ്മൾ എപ്പോഴും വേണം. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഇതിനോടൊക്കെ ഇഷ്ടം അനിഷ്ടം കാണിച്ചു പോകും. ഇത് മാറുന്നില്ലല്ലോ, ഈ പെയിൻ മാറുന്നില്ലല്ലോ, ഇത് അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാ സംഭവങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലത് കുറച്ച് സമയം എടുത്തായിരിക്കും മാറുന്നത്, ചിലത് പെട്ടെന്ന് വരികയും പോവുകയും ചെയ്യും. പല രീതിയിൽ അതിൻ്റെ, പക്ഷെ എന്തായാലും ഒന്നും സ്ഥിരമായിട്ട് നിൽക്കില്ല. ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോഴാണ് നമുക്ക് അതിനോട് സെപ്പറേഷൻ വരുന്നത്, അതിനോട് ഉപേക്ഷ വരുന്നത്. അങ്ങനെയാണ് ഡിറ്റാച്ച്മെന്റ് വരുന്നത്. സംഘാര എന്ന് പറഞ്ഞ സംവേദനങ്ങളാണോ? സംഘാര എന്ന് പറഞ്ഞ സംസ്കാരാന്നാണ്. അതായത് നമ്മളുടെ അതിന് പല അർത്ഥങ്ങൾ വരാറുണ്ട്, എങ്കിലും ബേസിക്കലി ആ വാക്കിന് സംസ്കാരം എന്നാണ്. സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹാബിറ്റ്, മെന്റൽ ഹാബിറ്റ്. ഈ മെന്റൽ ഹാബിറ്റ് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ സെൻസേഷൻസ് ഫോം ചെയ്യുന്നത്. കാര്യം ഒന്നിനോട് ഇഷ്ടം അനിഷ്ടം കാണിക്കുമ്പോൾ അത് അടുത്ത മൊമെന്റ് പിന്നെ എൻ്റെ ശരീരത്ത്, ഇപ്പൊ ഞാൻ പറയാം ഒരു പെയിൻ വരികയാണ്,
ആ പെയിൻ വരുമ്പോൾ അയ്യോ ഇതെന്തൊരു പെയിൻ ആണെന്ന് പറഞ്ഞ് മനസ്സിലാലോചിക്കുമ്പോൾ അതൊരു വേറൊരു അടുത്ത പിന്നെയും കുറെ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കും. അത് ശരീരത്തിൽ പിന്നെ ഒരിക്കലും ആ ചിന്ത ഒരു നല്ല സുഖകര അനുഭൂതി ഉണ്ടാക്കുകയല്ലോ, അത് പിന്നെ ഇതിന്റെ കൂടെ ആഡായി വരും. അപ്പം സംഖാര എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മുടെ ഹാബിറ്റ് എന്നും അർത്ഥമുണ്ട്. ശരീരത്തിൽ ഉണ്ടാവുന്ന അനുഭൂതികളെ ഒക്കെ ആ സംഖാര എന്ന് പറയുന്ന ആ ഒരു വാക്കിനകത്ത്, അല്ലെങ്കിൽ പാലി ഭാഷയാണ് സംഖാര, പിന്നീട് അത് സംസ്കൃതത്തിൽ പറയുമ്പോഴാണ് സംസ്കാര അല്ലെങ്കിൽ പറയുന്നത് നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം, നമ്മുടെ നേച്ചർ എന്ന് പറയുന്ന രീതിക്ക് വരുന്നത്. അപ്പം അതിനെ നമ്മുടെ ഈ ശരീരത്തിൽ ഉണ്ടാവുന്നത് എല്ലാത്തിനെ നമ്മളുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മളുടെ ഹാബിറ്റ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രവർത്തനങ്ങളാണ് ഇതിൽ. അപ്പൊ അതിനെയാണ് നമ്മൾ മൊത്തത്തിൽ സംഖാര എന്ന് പറയുന്നത്. അപ്പൊ അനിച്ഛാവത സംഖാരം, എല്ലാ ബോഡിയിൽ ഉണ്ടാകുന്ന എല്ലാ ഫിനോമിനനും, എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ പ്രതിഭാസങ്ങളും അനിത്യമാണ് എന്നുള്ളതാണ് നമ്മളെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പം നമ്മളൊരു ക്യാമ്പിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഗൈഡഡ് മെഡിറ്റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളിങ്ങനെ ആൾക്കാർ ഇരിക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് അനിച്ഛാവത സംഖാര ഉപ്പാദവേദമ്മിനോ, അതായത് ഇതെല്ലാം വരികയും അനിത്യമാണ്, വരികയും പാസ് ചെയ്യുകയും അത് അപ്രത്യക്ഷമാകുകയും ചെയ്തോളും. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മപ്പെടുത്തും. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഇതിനോട് ഇഷ്ടം അനിഷ്ടം കാണിക്കാനുള്ള നമ്മുടെ ആ ഒരു സ്വഭാവം കുറയും. മാഡം ചോദിച്ചോ? സാറേ, അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊക്കെ നമ്മൾ ഒത്തിരി ഇഷ്ടമൊക്കെ കാണിക്കൂലേ, നമ്മുടെ മക്കളോടും ഒക്കെ, അതൊക്കെ അപ്പൊ നമ്മളെങ്ങനെ അതിനൊക്കെ ഒരു പരിധി വെക്കണമെന്നാണോ, എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? നല്ല ചോദ്യമാണ്. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രിയപ്പെട്ടവരോടും മക്കളോടും ഭർത്താവിനോടും ഭാര്യയോടും അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ഒക്കെ ഇഷ്ടം കാണിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം അടിസ്ഥാനപരമായിട്ട് അവരൊക്കെ നമുക്ക് തരുന്ന അനുഭൂതികളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് എൻ്റെ കുഞ്ഞ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ആ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ആ കുഞ്ഞിനോട് നമുക്ക് നമ്മളുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന അതിൻ്റെ ആ ഇഷ്ടങ്ങളാണ്, അത് ഉണ്ടാക്കുന്ന അനുഭൂതിയാണ്. അതുകൊണ്ടാണ് ആ കുഞ്ഞ് അപകടത്തിൽപ്പെടുമ്പോൾ നമുക്ക് അത് മുറിവേൽക്കുന്നത്. നമ്മളുടെ മനസ്സിനകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അറ്റാച്ച്മെന്റിന് മുറിവേൽക്കുന്നത്. കുഞ്ഞ് വഴിപഴിച്ച് പോകുമ്പോഴും നമുക്ക് വേദന ഉണ്ടാകുന്നത് അതുകൊണ്ട്, കാരണം നമ്മൾ അതുപോലെ അറ്റാച്ച്ഡ് ആയിരിക്കുകയാണ്. അപ്പോ അവിടെ എന്താ പറയുന്നത്, കുഞ്ഞുമായിട്ട് നമ്മളൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി. അതാണ് ആ കുഞ്ഞെന്ന് പറയുന്നത് എനിക്ക് ആനന്ദം തരുന്ന ഒന്നാണ്. അതിന് പല രീതികളുണ്ട്. ഒന്ന് എൻ്റെ രക്തത്തിൽ ഉണ്ടായതാണ്, എൻ്റെ സ്വന്തമാണ്, എൻ്റേതാണ്, എൻ്റെ തന്നെ ശരീരത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ എൻ്റെ അണ്ടത്തിന്റെ ഭാഗമാണ്, എൻ്റെ ബീജത്തിൽ നിന്നുണ്ടായാണ്, എൻ്റെ വയറ്റിൽ നിന്നുണ്ടായാണ്, അല്ലെങ്കിൽ എന്നിൽ നിന്നുണ്ടായതാണ്. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ അറിയാതെ ഒരു അറ്റാച്ച്മെന്റ് കുഞ്ഞ് തരുന്ന, അതെ രഞ്ജിത്ത് പറഞ്ഞത്, കുഞ്ഞ് തരുന്ന ഒരു അനുഭൂതിയിൽ നിന്നാണ് ഇതെല്ലാം കൂടെ ചേർന്നാണ് നമുക്ക് ആ അനുഭൂതി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അതേ മറ്റൊരു കുട്ടിയെ കാണുമ്പോൾ നമുക്ക് അത് തോന്നാത്തത്. ഇതെന്റെ എന്നുള്ള തോന്നൽ വരുമ്പോഴാണ് നമ്മളുമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ചില സാധനങ്ങൾ, ചില പഴയ ചില കല്ലുകൾ, അവർ ചെറുപ്പത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ചില തീപ്പട്ടിപ്പടങ്ങൾ, ഇതൊക്കെ ഇപ്പോൾ അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നു. കാര്യം ഇതൊക്കെ തന്നിരുന്ന ഒരു സന്തോഷമുണ്ട്. ഈ സന്തോഷം അതുമായിട്ട് നമ്മളൊരു സ്ഥിരമായിട്ട് നമ്മളൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി കഴിഞ്ഞു. അത് നഷ്ടപ്പെടുമ്പോൾ ആ അറ്റാച്ച്മെന്റ് മുറിയുമ്പോൾ, അതായത് എനിക്ക് ആ സുഖകരമായ അനുഭൂതി തരുന്ന ആ സോഴ്സുകൾ നഷ്ടപ്പെടുമ്പോൾ എനിക്ക് പെയിൻ ഉണ്ടാവും. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ അനുഭൂതിയുള്ള ഇഷ്ടവും അനിഷ്ടവും കാണിച്ച് നമ്മൾ ആടി ഉലയുക അല്ല വേണ്ടത്. അതിനൊക്കെ ഒരു ബാലൻസ് വേണം. അതായത് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ന്യായീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനോട് നമ്മൾ അറ്റാച്ച്മെന്റ് ആയതുകൊണ്ട് അത് അവരെ കുറ്റം പറയുമ്പോൾ നമ്മളെ കുറ്റം പറയുന്നത് പോലെയാണ്, അല്ല നമ്മളെ തെറ്റ് പറയുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ന്യായീകരിക്കുന്നത്. എന്റെ ഭാഗമാണെന്ന് കാണുമ്പോൾ എന്നെ പറയുന്നത് പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ എന്താ അവിടെ ചെയ്യുന്നത്? നമ്മൾ അവരെ നേർവഴിക്ക് നടത്താൻ ചില സമയത്ത് നമ്മൾ ശ്രമിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് നേർവഴിക്ക് നടത്താനായിട്ട് നമ്മൾ അതിവൈകാരികമായി ചിലപ്പോൾ നമ്മൾ പ്രതികരിക്കുമ്പോൾ അവരിൽ വേറൊരു രീതിയിലുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പൊ ഇമോഷണൽ ആയിട്ടുള്ള നമ്മുടെ പ്രതികരണം ഒന്നും ഒരിടത്തും നമുക്ക് നല്ല ഗുണം ചെയ്യില്ല. കാര്യം ഇമോഷണൽ ആയിട്ടുള്ള പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും അത് ഒരു കാമായ മനസ്സുകൊണ്ട് ചെയ്യുന്നതല്ല. സ്നേഹം കാണിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, സ്നേഹങ്ങൾ വേണം. പക്ഷേ അതുകൊണ്ട്
നമുക്ക് മനസ്സിനകത്ത് വല്ലാതെ മുറിവേക്കുന്ന അവസ്ഥകളും ഉണ്ടാവരുത്. കാരണം എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട്. സ്നേഹമാകുമ്പോൾ അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പെയിനും ഉണ്ട്, അതിന്റെ കൂടെ തന്നെയാണ് കിട്ടുന്നത്. സുഖത്തിന്റെ കൂടെ തന്നെ ദുഃഖവും നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് പൂർണ്ണമായ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടൊരു മനസ്സുമായിട്ടാണ് ഇതിനെയൊക്കെ കാണേണ്ടത്. അവരുടെ മനസ്സെന്ന് പറയുന്നത് മറ്റൊന്നാണ്, മറ്റൊരു വ്യക്തി, അത് കുട്ടിയായാലും സ്വന്തമായാലും മക്കളായാലും മറ്റൊരു വ്യക്തിയാണ്, മറ്റൊരു മനസ്സാണ്. എന്റെ മനസ്സിനെ തന്നെ എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അപ്പോഴാണോ മറ്റൊരാളുടെ മനസ്സിനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക? എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാറില്ല എന്റെ മനസ്സിനെ, അപ്പൊ എനിക്ക് മറ്റൊരാളുടെ മനസ്സിനെ നിയന്ത്രിക്കാനോ സ്വാധീനിക്കാനോ എത്രത്തോളം പറ്റും? അപ്പൊ ബാലൻസ്ഡ് ആവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളും കൂടെ സഫറിങ്ങിലേക്ക് പെട്ടുപോകും. അപ്പൊ നമ്മൾ സ്റ്റേബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഒരാളെ നമുക്ക് ഒന്ന് പിടിച്ച് രക്ഷപ്പെടുത്താനെങ്കിലും പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തന്നെ ആടി ഒലഞ്ഞാൽ നിൽക്കുന്നെങ്കിൽ നമുക്ക് ഒരാളെ എങ്ങനെ നമുക്ക് ആ ക്രൈസിസിനെ നേരിടാൻ പറ്റും? എങ്ങനെ നമുക്ക് ഒരാളെ നമുക്ക് പിടിച്ചു വലിച്ച് രക്ഷപ്പെടുത്താൻ പറ്റും? എന്ന് പറയുന്ന പോലെ ഒരു പ്രശ്നം വീട്ടിലുണ്ടായാൽ, ഒരു കുട്ടിയുടെ കേസിലുണ്ടായാലോ അല്ലെങ്കിൽ ഭർത്താവിന്റെ കേസിലോ ഭാര്യയുടെ കേസിലോ ഒക്കെ ഉണ്ടായാൽ പോലും നമുക്കതിനെ നേരിട്ട് നമുക്കതിനെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് സ്റ്റേബിൾ ആവണം. നമ്മുടെ മനസ്സ് നമുക്കുള്ളിൽ നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പഠിക്കണം. നമ്മുടെയും കൂടെ ബാലൻസ് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ബാലൻസിനെ നമുക്ക് എപ്പോഴും നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോഴും ഇന്ററാക്ട് ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ ഉള്ളിലെ ബാലൻസിനെ നമുക്ക് നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അതിന് പകരം നമ്മൾ വൈകാരികമായി നമ്മുടെ ഇഷ്ടം കൊണ്ടായിരിക്കും, പക്ഷെ അത് ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള ചില ഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴും പീസ്ഫുൾ ആയിട്ടുള്ള കൂൾ ആയിട്ടുള്ള ഒരു മനസ്സിനെ നമ്മൾ എത്രത്തോളം പോസിബിൾ ആണ് അത്രത്തോളം നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം. കാരണം സാഹചര്യങ്ങൾ മാറി 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 വരും. എപ്പോഴും നല്ലത് മാത്രമല്ല നമുക്ക് സംഭവിക്കുക, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സംഭവിക്കുക. അപ്പോഴും ഏതൊരു നിമിഷവും നമ്മുടെ കൂൾ അല്ലെങ്കിൽ നമ്മുടെ ബാലൻസ്, മനസ്സിന്റെ ബാലൻസ് വിടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ചുറ്റുമുള്ളവർക്ക് നമുക്ക് സ്നേഹം കൊടുക്കാനോ സന്തോഷം കൊടുക്കാനോ പറ്റുള്ളൂ. കാര്യം ഈ ചുറ്റുമുള്ള ആൾക്കാർ ചിലപ്പോൾ നമ്മളെ മനസ്സിലാക്കിക്കോണമെന്നില്ല. അത് അവരുടെ മനസ്സ് പോലെ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ, റേഡിയോ സ്റ്റേഷന്റെ കാര്യം പറഞ്ഞ പോലെ, നമ്മൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് പോലെ, സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പോലെ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ അല്ലെ ഭർത്താവിന് പോലെ നമ്മളെ മനസ്സിലാക്കണമെന്നില്ല. അത് മറ്റൊരു മനസ്സാണ്. അവരെത്രത്തോളം അതിനെ കറക്റ്റായിട്ട് ട്യൂൺ ചെയ്യുന്നു, എത്രത്തോളം കറക്റ്റ് ഫ്രീക്വൻസിയിൽ എത്തുന്ന അനുസരിച്ച് മാത്രമേ നമ്മൾ പറയുന്നതിന്റെ കൃത്യമായ അർത്ഥം മനസ്സിലാവത്തുള്ളൂ. അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന കാര്യം പോലും നമുക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ പറയുന്ന ഒരു കാര്യം ആ രീതിയിലല്ല നമ്മുടെ കൂടെ ഉള്ളവർ ചിലപ്പോൾ മനസ്സിലാക്കുക. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞ് നമ്മളും കൂടെ നമ്മുടെ ബാലൻസ് കളയാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ അപ്പോഴും സ്റ്റഡിയായി നിൽക്കുക എന്ന് പറയുന്നത് മാത്രം നമുക്ക് നമ്മളെ കൊണ്ടാവുന്നത്ര ശ്രമിക്കുക. പക്ഷെ എന്നാലും നമ്മളെ ഇല്ലാതാക്കിക്കൊണ്ട്, നമ്മുടെ ബാലൻസ്, നമ്മുടെ മനസ്സിന്റെ പീസ് ഇല്ലാതാക്കിക്കൊണ്ടല്ല നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത്. നമ്മൾ അവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടുന്ന കെയർ എല്ലാം കൊടുക്കുക. പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിലെ നമ്മുടെ നമ്മുടെ സ്വസ്ഥതയെ, അതിന്റെ ശാന്തതയെ നിലനിർത്തുക എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ബാധ്യതയാണ്, നമ്മുടെ പ്രൈമറി ബാധ്യതയാണ്. അല്ലെങ്കിൽ നമ്മളും കൂടെ അതിന്റെ കൂടെ അങ്ങ് ഒലിച്ചു പോകും. ഇപ്പോ ഉദാഹരണത്തിന് ഒരു സൈക്കോളജിസ്റ്റുകള് അവരെടുക്ക വരുന്ന ആൾക്കാരുടെയൊക്കെ കഥകളെല്ലാം കേട്ടിട്ട് അവരെ പോലെ ബിഹേവ് ചെയ്യും, കരയുകയും പിടിക്കുകയും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാ സൈക്കോളജിസ്റ്റിന് അവരെ സഹായിക്കാൻ പറ്റുക? സൈക്കോളജിസ്റ്റും കിടന്ന് കരയാൻ തുടങ്ങും. മറ്റേ അയാളുടെ വിഷമം പറയുമ്പോൾ ഇയാളും കിടന്ന് കരയുകയാണെങ്കിലോ? അതാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും നമ്മളിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളാന്ന് പറഞ്ഞാലും നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞാലും ഭർത്താവെന്ന് പറയുമ്പോഴും പോലും നമുക്ക് നമ്മുടെ മനസ്സിന്റെ സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യാന്ന് പറയുന്നതിന്റെ ബാധ്യത നമുക്ക് മാത്രമാണ്. കാര്യം നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ മാത്രം നമുക്ക് മറ്റൊരാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ മാഡം? എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഇല്ല.
ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായ നഷ്ടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവുമായിരിക്കും. അത് നമുക്ക് ഫേസ് ചെയ്തല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാനസികമായ കരുത്ത് വേണം. എന്ന് പറഞ്ഞാൽ നമ്മൾ മരം പോലെ ആകുകയല്ല ചെയ്യുന്നത്. നമുക്ക് എല്ലാവരോടും സഹാനുഭൂതി, കമ്പാഷൻ ഉണ്ടാവും. ഇൻഫിനിറ്റ് കമ്പാഷൻ. ബുദ്ധൻ തന്നെ ഇൻഫിനിറ്റ് എന്താ പറയാ, അനന്തമായ പഞ്ഞമയ, അനന്ത പഞ്ഞമയെ അനന്ത ഗുണമയ എന്നാ പറയുന്നത്. അതായത് അനന്തമായ പ്രജ്ഞയുള്ള, അനന്തമായ കമ്പാഷനുള്ള, അനന്തമായ സഹാനുഭൂതിയുള്ള, അനന്തമായ മൈത്രിയുള്ള മനുഷ്യനായി. അതായത് നമ്മളെ പോലെ നമ്മൾ മറ്റുള്ള ഇതിനെയൊക്കെ, പ്രപഞ്ചത്തിനുള്ള എല്ലാത്തിനെയും നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് നമ്മളെ പറ്റിയുള്ള സെൽഫിഷ്നെസ് ഇല്ലാതാവുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും കമ്പാഷനേറ്റ് ആവും. പക്ഷെ നമ്മൾ അറ്റാച്ച്ഡ് ആവത്തില്ല. സഹാനുഭൂതി ഉണ്ടാവും, പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സിനെ അറ്റാച്ച്ഡ് ആക്കത്തില്ല. എല്ലാവർക്കും നമ്മളുടെ സഹായവും നമ്മളുടെ എന്താ പറയുക, നമ്മളെ കൊണ്ടുള്ള വെളിച്ചവും നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. അതേസമയം നമ്മൾ അറ്റാച്ച്ഡ് ആകുമ്പോൾ കുഴപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരും, നമുക്ക് അസ്വസ്ഥത വരും, പിള്ളേരെ ചിലപ്പോൾ നമ്മൾ വഴക്ക് പറയും, തല്ലും, അടിക്കും. ഇതൊക്കെ നമ്മൾ വരുന്നത് നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും. സ്നേഹം കൂടുമ്പോൾ, അറ്റാച്ച്മെന്റ് കൂടുമ്പം, അറ്റാച്ച്മെന്റ് മുറിയുമ്പോൾ ഉള്ള പെയിനും കൂടും. മറ്റേ മോഹൻലാൽ പറഞ്ഞ പോലെ ഉയരം കൂടുന്നോറും ചായയുടെ ഇതും കൂടുമെന്ന് പറഞ്ഞ പോലെ അറ്റാച്ച്മെന്റ് കൂടുമ്പം അതായത് ഉയരം കൂടുമ്പോൾ ഉയരത്തിൽ നിന്ന് വീഴുന്ന താഴ്ചയുടെ ആഘാതവും കൂടും. അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് കൂടുമ്പോൾ അറ്റാച്ച്മെന്റ് മുറിയുമ്പോൾ ഉള്ള പെയിനും കൂടും. എന്തൊരു കാര്യവും സുഖം കൂടുതൽ കിട്ടുമ്പോൾ, സുഖം കൂടുതൽ കിട്ടിക്കഴിയുമ്പോൾ അത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയും കൂടെ കൂടെ വരും. ഇപ്പൊ ഒരു കാർ ഞാൻ വാങ്ങിച്ചു, വളരെ പ്രിയപ്പെട്ട ഒരു കാർ. അതിന്റെ കാശ് മുഴുവൻ കൂട്ടി വെച്ച് ഞാൻ കാർ വാങ്ങിച്ചു, സമ്പാദ്യം മുഴുവൻ വെച്ച്, എന്റെ സ്വപ്ന തുല്യമായ കാർ, അതിന് സ്വപ്ന തുല്യമായ ഒരു വീട്. അതിന് പിന്നെ ഒരു പോറൽ വരുന്നുണ്ടോ, അത് അതിനെന്തെങ്കിലും അതിന്റെ പുറത്തേക്ക് വീഴുന്നുണ്ടോ, അതിന് കോട്ടം വരുന്നുണ്ടോ എന്നുള്ള പേടിയും കൂടെ അതിന് കൂടെയായിരുന്നു. പക്ഷെ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോ നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന അറ്റാച്ച്മെന്റ്സ് ചിലതിനൊക്കെ ചില പരിധിയുണ്ട്. അല്ല പിന്നെ അതുപോലെ നമ്മൾ അതിലേക്ക് നമ്മൾ എത്തണം. അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് ഈ ബയോളജിക്കലായിട്ടുള്ള ചില അറ്റാച്ച്മെന്റ്സ് ഉണ്ട്. അതങ്ങനെയൊന്നും നമ്മൾ മായ്ച്ചാൽ പോകത്തില്ല. പക്ഷെ അതിനകത്ത് നമ്മൾ പെട്ട് ആടി ഒലയാതിരിക്കാനുള്ള ഒരു സേഫ്റ്റി ജാക്കറ്റ്, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു സാധനം നമ്മുടെ കയ്യിൽ വേണം. കുഞ്ഞുങ്ങളാണ് നമ്മുടെ എല്ലാമാണ്. അവരേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർ വഴിവഴിച്ച് പോകുന്നുണ്ടോ, അവർക്ക് പോവാം. അവര് നമ്മൾ ഉദ്ദേശിക്കുന്ന വഴി കൂടെ തന്നെ അവരെപ്പോഴും പോയിക്കോണമെന്നില്ല. പോയാ നല്ലത്, പോയില്ലെങ്കിലും നമുക്ക് പിടിച്ച് നിൽക്കണം. അതിൻ്റെ കൂടെ അവർ ഇല്ലാതാവുന്നതിന് കൂടെ നമ്മളും കൂടെ ഇല്ലാതാവുകയല്ല ചെയ്യുന്നവിടെ. അവര് പോകുമ്പോൾ നമുക്ക് അവരെ പിടിച്ച് നേരെ കയറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂളായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ളവരെ പണി കഴിഞ്ഞാൽ ഭയങ്കര വെറുത്തു പോകും. നമ്മൾ വെറുക്കരുത്. ഇഷ്ടം കൂടുമ്പോൾ വെറുപ്പും കൂടും, ദേഷ്യവും കൂടും. ബാലൻസ്ഡ് ആയിരിക്കണം. ആത്യന്തികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് നമ്മളുടെ അറ്റൻഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. വേറെ ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. മാഡം, ഞാൻ പറഞ്ഞത് മനസ്സിലായോ മാഡം? മുരളി സാർ ഇടയ്ക്ക് സംസാരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. മൈക്ക് ഓൺ ചെയ്യാം. മനസ്സിലായി സാറ്.
നമ്മുടെ മനസ്സെന്ന് പറയുന്ന സാധനത്തെ കൂടെ നമ്മൾ ഇനി കണക്കിലെടുക്കണം. നമ്മുടെ പീസ് എന്ന് പറയുന്നതിനെ കൂടെ നമ്മൾ കണക്കിലെടുക്കണം. പണ്ട് അങ്ങനെയല്ല, നമ്മൾ നമ്മുടെ മനസ്സിനെ കാണുന്നില്ല. നമ്മുടെ എല്ലാ റിയാക്ഷനും മറ്റുള്ളവരെ ആശ്രയിച്ചായിരിക്കുന്നത്. അവർ നന്നായാൽ നമുക്ക് സുഖം, അവർ മോശമായാൽ നമുക്ക് ദുഃഖം. അതിന് പകരം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു 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 എന്താ, നമ്മളിതിനെ ഗാർഡ് ചെയ്യണം, നമ്മളിതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ മുരളി സാറെ പറഞ്ഞോ സാർ. നോട്ടെ, നേരത്തെ ഒരു 2-3 വട്ടം ഞാൻ സംസാരിക്കാനായിട്ട് തുനിഞ്ഞപ്പോ, അയ്യോ സോറി. അല്ല ആ സമയത്ത് രമാദേവി മാഡം സംസാരിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കാനായിട്ട് ഉദ്ദേശിച്ച ഒരു വിഷയം തന്നെ വേറൊരു രൂപത്തിൽ രമാദേവി മാഡം ചോദിച്ചു. അപ്പം അതിന് സാറ് അതിന് മറുപടി പറഞ്ഞു. അപ്പോഴേ എൻ്റെ ഈ മനസ്സിലുണ്ടായത് ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ പെട്ടെന്ന് ഞാൻ ഒന്ന് ദേഷ്യപ്പെട്ടു. എൻ്റെ മനസ്സിൽ നിന്നൊരു ദേഷ്യം പെട്ടെന്ന് രൂപം കൊണ്ടു. അപ്പോൾ ദേഷ്യം പെട്ടെന്ന് രൂപം കൊണ്ടപ്പോൾ ഞാൻ അപ്പോൾ തന്നെ അതിൻ്റെ കാരണവും ഞാൻ കണ്ടെത്തി. അല്ലെങ്കിൽ ഈ എന്നോട് ആ വ്യക്തി അങ്ങനെ പെരുമാറിയത് കൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടത്. അതങ്ങനെ അല്ലാതെ മറ്റൊരു രൂപത്തിലാണ് പെരുമാറിയിരുന്നെങ്കിൽ ഞാൻ ദേഷ്യപ്പെടുകയില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഈ ദേഷ്യത്തിൻ്റെ ഒരു കാരണം കണ്ടെത്തുന്നതോടുകൂടി ഞാൻ വീണ്ടും സാർ പറഞ്ഞ പോലെ ഈ ദേഷ്യം ഉണ്ടാകുന്ന ആ സാഹചര്യം മനസ്സിൽ ഉണ്ടാക്കിയ ഒരു അനിഷ്ടത്തിലേക്ക് അല്ല അനിഷ്ടത്തിൽ നിന്ന് ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞ പോലെ ഡിറ്റാച്ച് ചെയ്യും. മനസ്സിന്റെ ആ ഒരു ദേഷ്യത്തിന്റെ കാരണം കണ്ടെത്തി കഴിയുമ്പോഴത്തേക്കും ഇന്ന കാരണം കൊണ്ടാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും ആ ദേഷ്യം പെട്ടെന്ന് ഇല്ലാതാകുന്ന കുറെ അധികം എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. സാർ ഈ പറഞ്ഞ അത് ഈ എൻ്റെ അറ്റാച്ച് ചെയ്തിരുന്ന ഒരു സംഭവത്തിൽ ഡിറ്റാച്ച് ചെയ്യുന്നതിന്റെ ഒരു ഫീലിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് ശരിയാണോ എന്ന് അറിയാനായിട്ട് ഞാൻ സാറിനോട്. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഹൃദയത്തിനെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ പലതുമായിട്ട് നമ്മൾ ഓരോരോ കമ്പികളുമായിട്ട്, ഓരോ സ്ട്രിങ്ങുമായിട്ട് അല്ലെങ്കിൽ ഓരോ റബ്ബർ ബാൻഡുമായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നായിരിക്കും, അല്ലെങ്കിൽ ഓരോ കയറുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് വിചാരിക്കും. ഇവർ ഓരോരുത്തരും പിടിച്ച് വലിക്കുന്നതനുസരിച്ച് എനിക്ക് ഇവിടെ പെയിൻ തുടങ്ങും. ഇവര് ഇങ്ങോട്ട് വരികയാണെങ്കിൽ എനിക്ക് ഓക്കെയാണ്, അവർ ദൂരോട്ട് വലിച്ചുകൊണ്ട് പോകാൻ എനിക്ക് പെയിൻ. അപ്പൊ എന്റെ മനസ്സിന്റെ സന്തോഷം എപ്പോഴും മറ്റുള്ളവരുടെ ഈ പിടിയെ വലിയെ ആശ്രയിച്ചിരിക്കും. കാരണം എന്താ, ഞാൻ ഇവരുമായിട്ടൊക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് വരുന്ന ഓരോ ചെറിയ ചെറിയ സ്ട്രെയിനുകളും ചെറിയ വലിവുകളും എന്റെ മനസ്സിൽ അതനുസരിച്ചുള്ള വലിവുകൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ എന്റെ സുഖവും എന്റെ ദുഃഖവും ഒക്കെ മറ്റുള്ളവരുടെ കയ്യിലായിരിക്കുന്നത്. എനിക്ക് കൺട്രോൾ ഇല്ല. എന്നെ ഒരപ്പം ഈസി ആയിട്ട് മറ്റൊരാൾക്ക് എന്നെ വിഷമിപ്പിക്കാനോ എന്നെ സന്തോഷിപ്പിക്കാനോ പറ്റും. കാര്യം എന്താ, ഞാൻ എന്റെ എല്ലാത്തിന്റെ സോഴ്സ് മറ്റൊരുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോ ഒരാൾക്ക് നമ്മളെ വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ ഈസിയാണ്. കാര്യം നമ്മൾ അയാളോട്ട് അറ്റാച്ച്ഡ് ആണെന്ന് അയാൾക്ക് അറിയാമെങ്കിൽ അയാള് നമ്മളെ ചൂഷണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ചൂഷണം ചെയ്യാം. അല്ലെങ്കിൽ വേദനിപ്പിക്കണം, കുറിച്ച് നോവിക്കണം എന്നുണ്ടെങ്കിൽ നോവിക്കാം. പലയിടത്തും സംഭവിക്കാറുണ്ട്. സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ, കാമുകിമാരുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധങ്ങളിൽ, മക്കളും പേരൻസുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഇത്. അപ്പൊ എന്റെ സന്തോഷവും എന്റെ സമാധാനവും ഒക്കെ ഞാൻ മറ്റുള്ളവരിലേക്ക് കൊടുത്തിരിക്കുകയാണ്, എന്റെയൊക്കെ ഉത്തരവാദിത്വം. അപ്പൊ ഞാൻ എന്താ ചെയ്യുക, അവരെ നേരെയാക്കാൻ ഞാൻ കിടന്ന് ശ്രമിക്കും. നീ അങ്ങനെ പറയരുത്, നിങ്ങൾ അങ്ങനെ പെരുമാറരുത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്നും പറഞ്ഞ് നമ്മൾ എന്തിനാണ് ആത്യന്തികമായിട്ടത് എന്താ, നിങ്ങൾ അങ്ങനെ ചെയ്താൽ എനിക്ക് പെയിൻ ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് പെയിൻ ഉണ്ടാവും. കാര്യം എന്താന്ന് പറഞ്ഞാൽ എന്റെ ഇതിന്റെ ചരട് മുഴുവൻ നിങ്ങൾ വലിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിക്കാതെ എന്നാ നമ്മൾ ഈ പറയുന്നത്, വലിച്ചെന്നെ ബുദ്ധിമുട്ടിക്കാതെ. നമ്മൾ അങ്ങനെ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ടാ, കൺട്രോൾ മുഴുവൻ നമ്മൾ വേറെ കൈ കൊടുത്തിരിക്കുക. അതല്ല ശരി. അവർക്കൊക്കെ മാറാം, മനുഷ്യനാണ്, മാറ്റം വരും. എന്നും ഒരുപോലെ ഒരാൾ ഇരിക്കില്ല. അയാളുടെ ചിന്തകൾ തന്നെ ഒരു ദിവസം 70,000-ഓളം ചിന്തകൾ ഒരാളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു എന്നാ പറയുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൽ രാവിലെ ഉള്ള മനുഷ്യനല്ല ഉച്ച കഴിഞ്ഞുള്ള മനുഷ്യൻ, ഉച്ചയ്ക്കുള്ള മനുഷ്യനല്ല രാത്രിയിലുള്ള മനുഷ്യൻ. മാറാം, ചിന്തകൾ മാറാം, മനസ്സിന്റെ അവസ്ഥകൾ മാറാം.
മൂഡ് മാറാം. ഇതൊക്കെ അനുസരിച്ച് എന്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എവിടെയാണുള്ള ഒരു 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 എന്റേതായിട്ടുള്ള ഒരു നിലപാട് എവിടെ എനിക്കുള്ളത്? അവിടെയാണ് ഞാൻ പറയണത്, ആൾക്കാരും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും വസ്തുക്കളും സ്ഥലങ്ങളും ഒക്കെ മാറി മറിയാം. ചുറ്റുമുള്ളതൊക്കെ മാറി മറിയാം. ഈവൻ നമ്മുടെ ശരീരത്തിനകത്ത് പോലും മാറ്റങ്ങൾ വരാം. എനിക്കൊരു ആക്സിഡന്റ് വന്നു, എന്റെ മുഖത്തിന്റെ ഒരു ഭാഗം, ശരീരത്തിന്റെ ഒരു ഭാഗം പോയി. ഞാൻ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്റെ ശരീരം മാറിപ്പോയി. എനിക്ക് പെയിനായി, പേടിയായി, വിഷമമായി. പിന്നെ ഞാൻ സഫറിങ് ആണ്, മെന്റൽ സഫറിങ്ങിലേക്ക് ഞാൻ പോവുകയാണ്. ഞാൻ പറയാറൊരു ഉദാഹരണമാണ് നമ്മുടെ പഴയ സിനിമാ നടി ശ്രീവിദ്യ. ഭയങ്കര സുന്ദരിയായിരുന്നു. അവസാനം ക്യാൻസർ വന്നവർക്ക് മുടി പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് പുറത്തേക്ക് പോകാൻ, ആൾക്കാരെ ഫേസ് ചെയ്യാൻ പോലും അവർക്ക് മടിയാ. എന്നെ ആരും കാണണ്ടെന്ന് പറഞ്ഞു. കാരണം അവരുടെ സൗന്ദര്യമായിട്ട് അവർ തന്നെ അറ്റാച്ച്ഡ് ആയിരുന്നു. അത്രയ്ക്കും ആരാണേലും ആവും, അത്രയ്ക്കും നല്ല സുന്ദരിയായിരുന്നു അവർ. അവിടേക്കാണ് ബുദ്ധൻ പറയുന്നത്, നമ്മുടെ ശരീരവുമായിട്ട് പോലും നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ്. അവിടെയൊക്കെ നമ്മള് അറിയാതെ നമ്മുടെ പീസ് കളഞ്ഞു. പക്ഷെ ഞാനത് അത്ര എക്സ്ട്രീമിലോട്ടും നമ്മൾ പോകാൻ, നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ പോകാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ പോകാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. മനസ്സിനകത്തു നിന്നുള്ള എല്ലാ അറ്റാച്ച്മെന്റ്സിനെയും, അതായത് നമ്മുടെ ശരീരം പോലും അനിത്യമാണ്. നമുക്ക് ജര വരാം, നര വരാം, നമ്മളുടെ തൊലികൾ ചുക്കിച്ചൊളിയാം, നമ്മളുടെ ഭംഗികൾ നഷ്ടപ്പെടാം, നമ്മൾ പ്രായമാകുമ്പോഴത്തേക്ക് നമ്മളുടെ രൂപം മാറാം, എല്ലാം മാറാം. ഒരിടത്ത് ഒരു സമയത്ത് ഭയങ്കര ഹീറോ ആയിട്ട് നിന്നവര് അതുമായിട്ട് നമ്മൾ അധികം അഭിരമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റം വരും. നമ്മൾ നല്ല ശബ്ദത്തിന് ഉടമയായിരുന്നു. പക്ഷെ കാലക്രമേണ നമ്മൾ 60 വയസ്സ് 70 വയസ്സ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ 80 വയസ്സ് നമ്മുടെ ശബ്ദം പോയി, നമുക്ക് പാടാൻ പറ്റാതെ വരുന്നു. അപ്പൊ നമ്മളുടെ വിഷമാവുന്നു. ഒരു കാലത്ത് എന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് ആദരിച്ചിരുന്നു, എന്റെ ശബ്ദത്തിന് എല്ലാവരും വളരെ നല്ലതെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ എനിക്ക് എന്റെ ശബ്ദം പോയി, എനിക്ക് പാടാൻ പറ്റുന്നില്ല, വിഷമമായി. അപ്പോഴും നമ്മൾ പെയിൻഫുൾ, നമ്മൾ സഫറിങ്ങിലേക്ക് പോവാണ്. ആത്യന്തികമായിട്ട് നമ്മുടെ മൈൻഡിന്റെ പീസ് എന്ന് പറയുന്നതാണ് നമ്മൾ ഏറ്റവും കൃത്യമായി മുറുകെ പിടിക്കേണ്ടത്. എന്ത് വന്നാലും എന്റെ മനസ്സിന്റെ പീസ്, ഇന്നർ പീസ്, ഉള്ളിലെ സങ്കടം ഉള്ളിലെ സമാധാനം ഞാൻ കളയില്ല എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യം. സഫറിങ് ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല. അവസാനം വരെയും നമുക്ക് ഓരോന്നും സംഭവിക്കും. നമ്മൾ തന്നെ ഒരു ദിവസം ഇല്ലാണ്ടാവും. നമ്മൾ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തി ഒരു ദിവസം ഇല്ലാതാവാനുള്ളയാണ്, അല്ലേ? ഒരാൾ പോലും ഇവിടെ പൂർണ്ണമായിട്ട് ഇരിക്കാൻ പോകുന്നില്ല സ്ഥിരമായിട്ട്. ഒരു ദിവസം നമ്മളെല്ലാവരും ഇല്ലാതാവാനുള്ളവരാണ്. അതും ഒരു സത്യമാണ്, അതും പ്രപഞ്ചത്തിന്റെ സത്യമാണ്. ആ സത്യങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ അതിനോട് എന്താ പറയാ, മുഖം തിരിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അനിഷ്ടം കാണിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ സത്യങ്ങളാണ്. ആ സത്യങ്ങളെ നമ്മൾ അംഗീകരിക്കും മാത്രമാണ് നമ്മുടെ കാഴ്ചപ്പാടിന് ബാലൻസ് ഉണ്ടാകും. യെസ്, ഇതൊക്കെയാണ് ജീവിതം, ഇങ്ങനെയാണ് ജീവിതം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് പ്രപഞ്ചം എന്ന് മനസ്സിലാവുക. അപ്പൊ എല്ലാത്തിനെ പറ്റി ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് കിട്ടും. സമ്മാദിത്തി, സമ്മാസങ്കപ്പോ. ഞാനും മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കുറിച്ച് ഞാൻ വലിയ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായ ഇതിനകത്തൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ വല്ലാതെ തളർന്നു പോകും. നാളെ ഒരു ആക്സിഡന്റ് ഉണ്ടായി, എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി, ഞാൻ മാറിപ്പോയി, എന്റെ മുഖത്തിന്റെ ഒരു ഭാഗം തകർന്നു പോയി, അല്ലെങ്കിൽ എന്റെ ശരീരത്തിന്റെ രൂപം മാറിപ്പോയി. ഉടനെ നമ്മൾ അതിനെപ്പറ്റി ചൊല്ലി പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മുടെ മനസ്സിനകത്ത് വേറെ പെയിൻ ഉണ്ടാക്കുകയാണ്. അപ്പൊ ചോദിക്കും, സാധാരണ മനുഷ്യർ ഇങ്ങനെയൊക്കെ അല്ലേ സാറേ, നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ പോകാൻ പറ്റുള്ളൂ, നമ്മൾ അങ്ങനെ അത്ര വലിയ ദിവ്യൊന്നും അങ്ങനൊന്നും അല്ല. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹാബിറ്റുകൾ കൊണ്ട് മാത്രമാണ് നമ്മൾ സാധാരണക്കാരനും അസാധാരണക്കാരനും ആവുന്നത്. പുള്ളി സാറ് കിട്ടിയോ സാറേ? ഓക്കെ, താങ്ക് യു സാർ. അത് ക്ലിയർ ആയി. ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ഉത്തരം ക്ലിയർ ആയിട്ട് കിട്ടി.
താങ്ക് യു സർ. പിന്നെ ഈ പ്രജ്ഞയെ കുറിച്ച് കൂടുതൽ ഇനിയും ഒരുപാട് ഡൗട്ട്സ് നമ്മൾ ഉണ്ട്. പ്രാക്ടിക്കൽ ഞാൻ പറയുന്നതിനനുസരിച്ച് ഇപ്പൊ പറഞ്ഞാലും ഉണ്ടല്ലോ, നമ്മൾ അനുഭവിച്ച് തന്നെ അറിയുന്നതിന്റെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാന് നല്ലൊരു ഭക്ഷണം ഞാൻ ഇവിടെ നിന്ന് കഴിച്ചാലും എന്റെ വായിക്കകത്ത് കിട്ടുന്ന ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത് നമ്മൾ തന്നെ അറിഞ്ഞ് മനസ്സിലാക്കണം. അതിലേക്ക് നമ്മൾ എത്തിക്കാൻ പറ്റും. അതിലേക്ക് നമ്മൾ പോകും. നമ്മൾ ഇത് തന്നെയുള്ളൂ, ഇത്രേ ഉള്ളൂ. വേറെ അതിനകത്ത് വലിയ വലിയ ഭയങ്കരമായ റോക്കറ്റ് സയൻസ് ഒന്നും സാറേ ഇതിനകത്ത്. കേൾക്കാമോ? ആ പറഞ്ഞോ സാറേ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം കേൾക്കാം. മഹേഷ് ഡിസ്കണക്ട് ആയെന്ന് തോന്നുന്നു ലൈൻ. മുരുകൻ സാറ് ഉണ്ടോ? സാർ കേൾക്കുന്നുണ്ടോ സാർ? ആ കേൾക്കാം. എൻ്റെ വീഡിയോ ഇടയ്ക്ക് എൻ്റെ ഇത് കട്ടായി പോയി. സാറ് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നെറ്റ്വർക്ക് എന്താ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോയിരുന്നു. പിന്നെ മെഡിറ്റേഷൻ സമയത്ത് ഞാൻ വന്നു, മെഡിറ്റേഷൻ സമയത്ത് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആക്ച്വലി ഞാൻ എന്നെ തന്നെ മറന്നെന്നേ ഞാൻ പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് ഐ ലോസ്റ്റ് മൈ സെൽഫ്. ആക്ച്വലി കോൺഷ്യസ് എന്താണ് സബ് കോൺഷ്യസ് എന്താണ് സാറ് കുറേ പറയേണ്ടതായിരുന്നു. പക്ഷേ ഏതാണ് ഡിഫറൻഷിയേറ്റ് പോലും ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക, ആക്ച്വലി എവിടെ ഉണ്ടായിരുന്നു, വേറെ ലോകത്ത് ഉണ്ടായിരുന്ന പോലെ തന്നെ ഐ ഫെൽറ്റ് ദാറ്റ് ഫീലിംഗ്. താങ്ക് യു വെരി മച്ച് സാർ. ആക്ച്വലി ഇങ്ങനെ ആക്ച്വലി നമ്മൾ കുറേ ചെറിയ ചെറിയ മെഡിറ്റേഷൻ ആ ഇതിലെ ക്ലാസ്സിലൊക്കെ അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് വേറൊരു ലോകത്തേക്ക് പോയതുപോലെ ഒരു എക്സ്പീരിയൻസ് ഐ നെവർ ഫെൽറ്റ്. അപ്പോൾ ശരിക്കും ഇത് വീണ്ടും ഇത് തന്നെ കേൾക്കണമ്പോൾ എനിക്കുണ്ട്. അപ്പോൾ കുറേ സാറ് ഇതിൻ്റെ തിയറീസും അത് ഇതൊക്കെ എല്ലാം പറഞ്ഞായിരുന്നു. അപ്പോൾ താങ്ക് യു വെരി മച്ച് സാർ. അപ്പോൾ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം, നമോ ബുദ്ധായ. താങ്ക് യു വെരി മച്ച് സാർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, രഞ്ജിത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. രഞ്ജിത്ത് ഉണ്ടോ? പോയോ? മഹേഷ് ഉണ്ട്. മഹേഷിന്റെ ലൈൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. ആ സാറേ, ഞാൻ പറഞ്ഞതേ ഇവിടെ വന്നില്ല, കേട്ടില്ല. ലൈനിൽ പോയാ ഡിസ്കണക്ട് ആയി പോയായിരുന്നു നേരത്തെ. അതെ അതെ അതെ, ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഒരു ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ട്. എല്ലാ ഞായറാഴ്ച ദിവസവും ഒരു ക്ലാസ്, നമുക്കൊരു ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ട്. ഈ രണ്ടിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ആത്മീയമായിട്ടും ഒന്ന് നമ്മുടെ സമകാലികവുമായിട്ടുള്ള രണ്ട് തലത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വളരെ ഭയങ്കരമായിട്ട് നമുക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു, അത് അറ്റൻഡ് ചെയ്യുന്നവർക്ക് പോസിറ്റീവായിട്ടുള്ളൊരു, അതായത് എല്ലാ ഞായറാഴ്ച ദിവസവും ചർച്ചിൽ പോയി ഒരാൾക്ക് കിട്ടുന്ന ആ ഒരു ഇൻപുട്ട് ഉണ്ടല്ലോ, മാനസികമായിട്ട് ആത്മീയമായിട്ടുള്ള ഇൻപുട്ട് ഉണ്ട്, അത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്തു പോകണം. ഞാനിപ്പോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ഒരുപാട് പേര് ഇതിനകത്ത് കയറുന്നുണ്ട്. കയറിയിട്ട് ഒരു അരമണിക്കൂർ അല്ലെന്നുണ്ട് ഒരു 10 മിനിറ്റ് അവർ കേട്ടോണ്ടിരുന്നിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ അവർ പോകും. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ, ചിലർ അരമണിക്കൂർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ചിലർ 1 മണിക്കൂർ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. ചിലര് നമ്മൾ പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞ് ചിലപ്പം 1 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ചിലർ വരുന്നത്. പക്ഷെ ഇത് ലൈവായിട്ട് ഒരുപാട് ആളുകൾ അറ്റൻഡ് ചെയ്ത് അവരുടെ ലൈഫിൽ അത് പോസിറ്റീവായിട്ട് മാറുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഞായറാഴ്ച ദിവസത്തെ ഈ ഓറിയന്റേഷൻ ക്ലാസ് എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്തു പോകണം. അതുപോലെ വെള്ളിയാഴ്ച ദിവസത്തെ ഇത് രണ്ടും അത് തന്നെ സത്യം പറഞ്ഞാൽ നമ്മളുടെ ഒരു വലിയൊരു എന്താ പറയാ, ഒരു പരാധീനതയെ നമ്മള് എന്താ പറയാ പരിഹരിക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് നമുക്ക് അങ്ങനെ പോകാനായിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരിടമില്ല, നമുക്ക് പോകാനായി കൂട്ടിച്ചേരാനായി നമുക്ക് പറഞ്ഞു തരാൻ ഒരാളില്ല. അപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് ഈ രീതിയിലെങ്കിലും നമ്മൾ തുടങ്ങി അത് ഒരു നിരന്തര പ്രക്രിയയായി നമ്മൾ മാറുമ്പോ അതിന് പിന്നീട് ഭൗതികമായ
സ്ഥലങ്ങളും കൂട്ടായ്മകളും ഒക്കെ തനിയെ വരും. അപ്പം അവരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക, നമ്മൾ എല്ലാ ആഴ്ചകളിലും ഇത് കൊടുക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് അതൊരു വലിയൊരു സമൂഹമായി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതെ അതെ, നമ്മള് എല്ലാ ഞായറാഴ്ച ദിവസം നമ്മളൊരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിൽ പോകുന്ന ഫീലാണ്. അതെ, അപ്പൊ നമുക്കിപ്പോ തൊട്ടടുത്തൊരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഇല്ല, പക്ഷെ അത് പരിഹരിക്കപ്പെടുന്നുണ്ട് ഈ ഓറിയന്റേഷൻ ക്ലാസ്. ബാംസഫിന്റെ ഒരു പ്രത്യേകതയാണ്, അസറ്റായിട്ട് മാറുന്നുണ്ട്. ഈ 2 ഓറിയന്റേഷൻ ക്ലാസ്സും ബാംസഫിന്റെ അത് അറ്റൻഡ് ചെയ്യുന്നവർക്കും അസറ്റായിട്ട് മാറുന്നുണ്ട്, നന്നായിട്ടുണ്ട്. സത്യം സത്യം. താങ്ക് യു. അപ്പോ ഞാൻ ഈ തന്നിരിക്കുന്ന ഇന്നത്തെ ടോക്കും നമ്മുടെ മെഡിറ്റേഷൻ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പൊ മെഡിറ്റേഷനെ തന്നെ നമ്മൾ പല സമയത്തായിട്ട് നമ്മൾ പതുക്കെ പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതെല്ലാം തന്നെ നിങ്ങൾ ഓരോ ദിവസമായിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ആഴ്ചത്തേക്ക് ആകുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നെക്സ്റ്റ് വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബോഡി മൊത്തത്തോടു കൂടി തന്നെ സെൻസേഷൻസ് കിട്ടി തുടങ്ങും. അപ്പൊ പിന്നെ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. പിന്നെ ക്ലീനിങ് അപ്പാ, പിന്നെ നമുക്ക് അതായത് ഓരോ സെൻസേഷൻ നോക്കി ക്ലീൻ ചെയ്ത് മനസ്സിനെ ലഘുവാക്കുന്നത് പറയും. അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. പിന്നെ നമ്മുടെ ആവശ്യമില്ല. സൈക്കിൾ കയറ്റം പഠിക്കുന്ന പോലെ സൈക്കിൾ കയറ്റം വൺസ് നിങ്ങൾ ചവിട്ടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആവശ്യമില്ല, നിങ്ങൾ കയറി മുമ്പോട്ട് പോകാൻ പറ്റും. പിന്നെ അതിൽ കൂടെ നിങ്ങൾ ദിവസം നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമായി പ്രാക്ടീസ് ആക്കി മാറ്റുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ എൻലൈറ്റൻഡ് ആയി മാറിക്കൊണ്ടിരിക്കുക. എൻലൈറ്റൻഡ് ആയി വരികയും എൻലൈറ്റൻഡ് ആയി പോവുകയും അതിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്യും. നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് നമുക്ക് കൂടുതൽ അറിവും പ്രകാശവും സമാധാനവും സന്തോഷവും നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് സ്വയം നമ്മൾ സമാധാനപ്പെടുന്നു, സന്തോഷപ്പെടുന്നതോടൊപ്പം ചുറ്റുമുള്ളവർക്ക് കൂടെ അത് റേഡിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇതൊക്കെയാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യം. നമ്മൾ സമാധാനമായിട്ട് ജീവിക്കുക, മറ്റുള്ളവർക്ക് സമാധാനം സന്തോഷവും കൊടുക്കുക, കുറച്ച് അറിവുകളും പകർന്നു കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പം വന്നിരുന്നവർക്കും കേട്ടിരുന്നവർക്കും സജഷൻ പറഞ്ഞവർക്കും അഭിപ്രായം പറഞ്ഞവർക്കും ചോദ്യങ്ങൾ ചോദിച്ചവരോടും എല്ലാവരോടും ഒത്തിരി നന്ദി. ജയ് ഭീം, നമോ ബുദ്ധായ.